ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു റീൽ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ചധികം റീലുകൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ റീൽ റിയാക്ഷൻ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്ന വീഡിയോസ് ഉണ്ടെങ്കിൽ ഉണ്ണി വ്ളോഗ്സ് ഒഫീഷ്യൽ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം ഹാൻഡിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതൊന്ന് ഓർമ്മിപ്പിച്ചിട്ട് നമുക്ക് ഇന്നത്തെ റീൽ റിയാക്ഷൻ വീഡിയോയിലെ ആദ്യത്തെ വീഡിയോ കാണാം. ഇന്ന് ലോകത്തിലെ ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ഒരേ ഒരു നേഷൻ ഭാരതമാണ്. അത് ഏത് നേഷനിൽ പോയിട്ട് നമുക്കറിയാം. അവിടെ ഒന്നും ഉണ്ടാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ആരെ വേണേ തെറി പറയാം. മോഡിജിന്ന് തെറി പറഞ്ഞാലും കുഴപ്പമില്ല, അദ്ദേഹം ഒന്നും ചെയ്യില്ല. അതിനുള്ള അങ്ങനെ അതേപോലെ തന്നെ ഏറ്റവും സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ ഇപ്പൊ കേരളത്തിൽ തന്നെ എത്ര കാര്യങ്ങളാണ് ഇവർ പറയുന്നത്, എത്ര ഭീഷണികളാണ് ഇപ്പൊ നമുക്കുള്ളത്. SDPI-യും PFI ഒക്കെ കൂടിയിട്ട് ഭീഷണിപ്പെടുത്തി നടക്കല്ലേ ഇത്. അത് വേറെ ഏതെങ്കിലും നേഷനിൽ പറ്റും? അപ്പൊ അത്രയും സ്വാതന്ത്ര്യമുള്ള ഒരു മഹത്തായ ഒരു രാഷ്ട്രത്തിൽ ഇരുന്നു കൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, എന്ത് വേണമെങ്കിൽ പറയാം. ദി ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നൊക്കെ പറയുന്ന സംഗതികളാണ്. ദേവ്ജി എന്താണ് ഉദ്ദേശിച്ചത്? തെറി പറയാൻ സ്വാതന്ത്ര്യമുള്ള മഹത്തായ രാഷ്ട്രമാണ് നമ്മുടെ എന്നാണോ? അതോ ഈ മഹത്തായ രാഷ്ട്രത്തിൽ ഇത്രയും സ്വാതന്ത്ര്യമുള്ളത് അവർ ഇത് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള എന്തോ ആണ് പുള്ളി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷേ മോദിജിയെ തെറി പറയാം, അത് സ്വാതന്ത്ര്യമാണ്. മോദിജിയെ തെറി പറയുന്നത് സ്വാതന്ത്ര്യമൊന്നുമല്ല, അത് ദുരുപയോഗമാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗമാണ്. അത് ഒരു പരിധിക്കപ്പുറത്തേക്ക് എന്ന് വെച്ചാൽ ഒരു വ്യക്തി അയാളുടെ പ്രവർത്തികളെ അല്ലെങ്കിൽ അദ്ദേഹം വഹിക്കുന്ന സ്ഥാനത്തിനെ അതിൻ്റെ പ്രവർത്തികളെ നമുക്ക് വിമർശിക്കാം. പക്ഷേ പുള്ളിയെ തെറി പറയാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് പരാതി കൊടുക്കാവുന്നതാണ്, അതിനെതിരെ കേസ് വരാവുന്നതാണ്. പിന്നെ ഈ പറയുന്ന ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങൾ, ഇതൊന്നും സ്വാതന്ത്ര്യമല്ല ദേവ്ജി. വൈ ദേവ്ജി ഈസ് ടോക്കിംഗ് വെരി ഭയങ്കര ശോകം ആയിപ്പോയി. ദേവ്ജി എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇത്രയും സ്വാതന്ത്ര്യമുള്ള ഈ മഹത്തായ രാഷ്ട്രത്തിൽ, ഇത്രയും സ്വാതന്ത്ര്യം നമുക്ക് അനുവദിച്ചു തരുന്നൊരു മോദിജി ഉള്ളൊരു രാഷ്ട്രത്തിൽ ഇതൊക്കെ ദുരുപയോഗം ചെയ്യുന്ന ആളുകളുണ്ടെന്നൊക്കെ ആയിരിക്കും പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. പക്ഷേ സംഭവം കയ്യിൽ നിന്ന് പോയി. ഭയങ്കര അതും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞിട്ട് പിന്നെ എന്തും പറയാൻ സ്വാതന്ത്ര്യമുള്ള മഹത്തായ ഭാരതം എന്നൊക്കെ പറയുമ്പോൾ വിജയുടെ പടം ഇപ്പോഴും പെട്ടിയിലിരിക്കുകയാണ്. അതേപോലെ കുറേ സിനിമകൾ മലയാളത്തിൽ കട്ടുകൾ നേരിടുകയും കട്ടുകൾ കാരണം സിനിമ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞാലോ എന്ന് അതിൻ്റെ മേക്കേഴ്സ് ചിന്തിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വേറെയും ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. പുസ്തകങ്ങൾ, സിനിമകൾ, എഴുത്തുകാർ, ഈവൻ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ പോലും നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ ഈ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന നേഷൻ വാണ്ട്സ് ടു നോ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിൽ കൂടി പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന ചില നിയമങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തിനും സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അതും മോദിജി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മഹത്തായ ഭാരതവൽക്കരിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്കിവിടെ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ റെഗുലേറ്റഡ് ആയിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിലേക്ക് വീണ്ടും കടന്നു കയറാൻ ശ്രമിക്കുന്ന ഭരണകൂട ശ്രമങ്ങളും ഇവിടെയുണ്ട്, അതിനെ പ്രതിരോധിക്കുന്ന ജനങ്ങളും ഇവിടെയുണ്ട്, പ്രതികരിക്കുന്ന ഒരു വലിയ വിഭാഗം ഇവിടെയുണ്ട്. അടുത്ത റീലിലേക്ക് പോകാം. വിവാഹം എന്നുള്ളത് ഒന്നിന്റെയും അവസാന വാക്കല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ധൈര്യം കാണിക്കുന്ന കുട്ടികൾ ഇന്നുണ്ട്. വിവാഹം വേണോ വേണ്ടയോ അതല്ല, വിവാഹം വേണോ വേണ്ടയോ എന്ന തീരുമാനം സ്വന്തം തീരുമാനമായിരിക്കണം എന്ന് ഉറപ്പിച്ചിട്ടുള്ള പെൺകുട്ടികളെ കാണാം. അതിലും ഭംഗി എനിക്ക് തോന്നിയത് അതിന് പൂർണ്ണമായി പിന്തുണ കൊടുത്തുകൊണ്ട് അവരുടെ ഒപ്പം നിൽക്കുന്ന മാതാപിതാക്കളെയും കാണുമ്പോഴാണ് ശരിക്കും ഈ നമ്മുടെ സമൂഹം സത്യത്തിൽ മാറിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്നുള്ള വളരെ ശുഭകരമായിട്ടുള്ള ഒരു പ്രതീക്ഷ എനിക്ക് തോന്നുന്നുണ്ട്. മഞ്ജു വാര്യർ ഈ പറഞ്ഞതിനെ കുറിച്ച് ഇന്ന് രാവിലെയും കൂടി ഈ റീൽ റിയാക്ഷൻ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റീൽസ് ഞാൻ ഫുള്ളിരുന്ന് കാണില്ല. ഈ കാണുന്ന ഓരോ റീലും ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടാണ് നിങ്ങളോട് റിയാക്ട് ചെയ്യുക. എനിക്ക് ശ്രുതിയാണ് ഇത് സോർട്ട് ചെയ്ത് തരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ ഫോൺ തുറന്നു നോക്കിയപ്പോൾ ആദ്യം കാണുന്നത് ഇവരൊരു ട്രിപ്പ് പോയി എന്നുള്ളതുകൊണ്ട് നാട്ടിലുള്ള ആളുകളെ കല്യാണം കഴിക്കേണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു നടക്കേണ്ട കാര്യം എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഈ എന്താ പറയുക, സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സ്ത്രീകൾ എവിടെ സംസാരിച്ച് കഴിഞ്ഞാലും വിമർശിക്കുന്ന കുറേ ആളുകളുണ്ടാവില്ല. അങ്ങനെ കുറച്ച് ആളുകൾ ചാടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഈ സ്പീച്ചിൻ്റെ ഒരു ബിറ്റെങ്കിലും കാണുന്നത്. ഈ പറഞ്ഞിട്ടുള്ളതിൽ എന്ത് തെറ്റാണുള്ളത്? അതായത് വിവാഹം കഴിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ ആരെ വിവാഹം കഴിക്കണം, അത് ആ വിവാഹിതയാവുന്ന പെൺകുട്ടിയുടെ തീരുമാനമാവുന്നു എന്ന് പറയുന്നതിനാണ് അവർ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്. കല്യാണം കഴിക്കരുതെന്ന് അവർ പറഞ്ഞിട്ടില്ല. കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് സ്വാതന്ത്ര്യം എന്നവർ പ്രഖ്യാപിച്ചിട്ടില്ല. ഒന്നുമില്ല, അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു. അതേപോലെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വിവാഹബന്ധത്തിലേക്ക് കടക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പെൺകുട്ടികൾ മാറുന്നതും അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കുടുംബങ്ങൾ മാറുന്നു എന്നുള്ളതും. ചില പെൺകുട്ടികൾക്ക് നേരത്തെ വിവാഹം കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും, ചിലർക്ക് കുറച്ച് വൈകി വിവാഹം കഴിക്കാനായിരിക്കും. അത് ചിലപ്പോൾ കരിയറിൻ്റെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ യാത്രകളുടെ ഭാഗമായിട്ടായിരിക്കാം. ഓരോരോ ഇഷ്ടങ്ങളാണ്, ഓരോ മനുഷ്യർക്കും ഓരോ ചോയ്സസ് ഉണ്ട്. ആ ചോയ്സിനെ ആളുകൾ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി, അതിനെ ബാക്കിയുള്ളവർ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങി. അതിനനുസരിച്ച് സ്വതന്ത്രമായി ജീവിക്കാൻ മനുഷ്യർക്കൂടെ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നു. ഇതിന് നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത്? ആ സന്തോഷമല്ലേ മഞ്ചേച്ച് നമ്മുടെ മുമ്പിലേക്ക് എടുത്ത് വെക്കുന്നത്? അത് കാണുമ്പോൾ ഇവർ റൈഡ് പോയി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത്
ഇത് ഈ മറ്റേ പ്രശ്നമാണ്. അതായത് ഫെമിനിസ്റ്റുകൾ ഇവിടെ കുടുംബം തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് പോലെ വിവാഹമോചിതരായിട്ടുള്ള ആളുകൾ ബാക്കിയുള്ളവരുടെ കുടുംബജീവിതം തകർക്കും എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവരുടെ ഒരു വികാര വിക്ഷോഭ പ്രകടനങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഇൻ ഡെപ്ത് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഒരു മനുഷ്യജീവി എന്ന് വെച്ചാൽ ആണോ പെണ്ണോ ട്രാൻസോ ആരും ആയിക്കോട്ടെ, മഞ്ജു വാര്യർ ഈ പറയുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരാൾ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായി അയാൾ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുക, ആഗ്രഹങ്ങൾ നടപ്പിലാക്കിയെടുക്കാൻ പറ്റുക. അങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തേണ്ടതിൻ്റെ ആവശ്യകത, അവിടെ എത്തി നിൽക്കുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു സന്തോഷം, സമാധാനം, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഉപദേശം എന്ന് പറഞ്ഞെടുക്കുമ്പോഴാണ് ഈ പ്രശ്നം. ഇതെല്ലാ മനുഷ്യർക്കും ആവശ്യമായിട്ടുള്ളതാണ്. എനിക്ക് എൻ്റെ 45-ാം വയസ്സിൽ കല്യാണം കഴിച്ചാൽ മതി, അതുവരെ എനിക്ക് യാത്ര പോകണം, അല്ലെങ്കിൽ അതുവരെ എനിക്ക് വെറുതെ ഇരിക്കണം, അല്ലെങ്കിൽ ഞാനൊരു വീടും പറമ്പും ഒക്കെ ഉണ്ടാക്കി ഞാനൊന്ന് കംപ്ലീറ്റ്ലി സെറ്റിലായി കഴിഞ്ഞിട്ട് എൻ്റെ റിലാക്സ് മോഡലാണ് എനിക്ക് വിവാഹം കഴിക്കേണ്ടത്. ഒരു ആൺകുട്ടി തീരുമാനിച്ചാൽ അവിടെ നിങ്ങൾക്ക് ചോദിക്കാനും പറയാനൊന്നുമില്ല, അത് അവൻ്റെ ചോയ്സാണ്. ആ ചോയ്സിനെ റെസ്പെക്റ്റ് ചെയ്യാൻ നമ്മുടെ സമൂഹവും കൂടി മാറി വരിക എന്ന് പറയുന്നത്, അത്തരം മാറ്റം മഞ്ജു വാര്യർ കണ്ടു തുടങ്ങി എന്ന് പറയുന്ന സന്തോഷമാണ് അവിടെ പങ്കുവച്ചിട്ടുള്ളത്. അത് കാണുമ്പോൾ എന്തിനാണ് ഇങ്ങനെ കുരുപൊട്ടുന്നത് എന്നുള്ളത് ഒരു വലിയ സംശയമാണ്. നമുക്ക് അടുത്ത റീലിലേക്ക് പോവാം. ഇതായി പെമ്പിള്ളാര് പോലീസിൽ ചേർന്നുള്ള കുഴപ്പം. മുമ്പും പിമ്പും നോക്കാതെ എടുത്തങ്ങ് ചാടും. നല്ല പഴമാങ്ങാ പുളിശ്ശേരിയൊക്കെ ഒഴിച്ച് കഴിച്ച് ഏതെങ്കിലും നല്ല നായര് കൊച്ചന്റെ 10-12 പിള്ളേരെയൊക്കെ പ്രസവിച്ച് കഴിയേണ്ട ഈ കാലത്ത് ഇവിടെ വന്ന് കിടന്നിങ്ങനെ വക്കീല് പരീക്ഷ ജയിച്ചതാ. ഇവൻ ജോലിക്ക് വിടില്ല എന്ന് പറഞ്ഞാ തെറ്റിയത്. വക്കീല് ഭാഗം വരെ പഠിച്ച ഒരു പെൺകുട്ടി പണിക്ക് പോകണമെന്ന് പറഞ്ഞാൽ എന്താണോ തെറ്റ്? മുസ്തഫ, അതിന് തെറ്റുണ്ടോ? അതിലൊരു തെറ്റുമില്ല തങ്ങളെ. ഈ ഉദ്യോഗം എന്ന് പറഞ്ഞാ പെൺകുട്ടികൾക്ക് അതൊരു ബലമല്ലേ നൗഷാദെ? ഞങ്ങൾ കുറെ പഴയ വിശ്വാസക്കാരാ. മാത്രമല്ല ഭാര്യ ജോലിക്ക് അയക്കാതെ കഴിയാനുള്ള ചുറ്റുപാടുമുണ്ട്. മുസ്തഫ, എനിക്ക് ഈ തറവാട്ടിൽ നിന്ന് നമുക്ക് പെണ്ണ് വേണ്ട. ഇവരുടെ മനസ്സിൽ ഇരുട്ടാണ്. കാലം മാറിയൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല. തങ്ങളെ ഇരിക്കേ, നമുക്ക് സംസാരിക്കാം. തുടക്കത്തിലെ കല്ല് കടിച്ചാ പിന്നെ അത് ശരിയാവൂല. പെണ്ണുങ്ങള് പ്രധാനമന്ത്രി പ്രസിഡന്റും ഒക്കെ ആവുന്ന കാലമാണ്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഗവർണർമാരും ജഡ്ജിമാരുമായ പെണ്ണുങ്ങളില്ലേ? പഠിച്ച പെൺകുട്ടികളെ പിടിച്ച് അടുക്കളന്റെ ഉള്ളിൽ കെട്ടിയിട്ട് ബിരിയാണിയും കോഴിക്കറിയും വെപ്പിക്കുന്നത് സംസ്കാരമുള്ളവർക്ക് ചേർന്നതല്ല. അതൊരു മാറ്റമാണ്. ഞാൻ പറയുന്നത്, സിനിമയിൽ ഒരു സമയത്ത് നമ്മുടെ നായകന്മാരിങ്ങനെ തിളങ്ങി നിന്നിരുന്നൊരു ടൈം ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർ സ്ത്രീകളെ റേപ്പ് ചെയ്യുന്നത് പോലും ഈവൻ ജോക്കായി പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. നിന്നെ ഞാൻ പച്ചമാങ്ങ തിരിച്ച് കളയും, 10 മാസം നിന്നെ ഞാൻ തളച്ചിട്ട് കളയും എന്നൊക്കെ പറയുന്ന ആ ഡയലോഗ് പിൽക്കാലത്ത് വന്നു കേട്ടോ. നമ്മളിപ്പം കസബയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്തും ഇതേ ഡയലോഗൊക്കെ ഉണ്ട്. ഒരാഴ്ച നിന്നെ ഞാൻ എണീപ്പിച്ച് നടത്തില്ല എന്നൊക്കെ പറയുന്ന പോലത്തെ ഡയലോഗുകൾ ഇങ്ങനെ പറഞ്ഞിരുന്ന നായകന്മാരിൽ നിന്ന് ഒരാളുടെ ചോയ്സ്, അയാളുടെ സ്വന്തം കരിയറിൽ ഫോക്കസ് ചെയ്യാനുള്ളൊരു സാധ്യത, അത് അയാൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ കൂടെ നിൽക്കണം എന്ന് പറയുന്ന ഒരു മെസ്സേജിലേക്ക് സിനിമകൾ മാറി തുടങ്ങി. സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകൾ അതുമായി ബന്ധപ്പെട്ട് പോരാടേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് സ്ത്രീകൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറേ മനുഷ്യർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ റിഫ്ലക്ഷനാണ് സൊസൈറ്റിയിലുണ്ടായത്. ആ സൊസൈറ്റിയിലുണ്ടായിട്ടുള്ള റിഫ്ലക്ഷൻസിനെയാണ് പിന്നീട് നമ്മൾ സിനിമയിൽ കാണുന്നത്. ചില ആൾക്കാരെങ്കിലും വിചാരിക്കും സിനിമയിൽ നിന്നാണ് ഈ വിപ്ലവം ആരംഭിക്കുകയെന്ന്. പക്ഷേ ഒരു വിപ്ലവം ആരംഭിച്ച് ഒരുപക്ഷെ ജീവിതം പോലും കയ്യിൽ നിന്ന് പോകുന്ന സാഹചര്യത്തിലും വിട്ടുകൊടുക്കാമെന്ന കുറേ മനുഷ്യരുണ്ട്. അവിടെ നിന്നാണ് ഇപ്പോൾ മോഹൻലാലിൻ്റെ ഈ ക്യാരക്ടർ, രണ്ടാമത്തെ ആ ക്യാരക്ടർ, അദ്ദേഹം പറയുന്ന ആ ഡയലോഗിൽ കുറച്ച് ഉദാഹരണങ്ങൾ കേട്ടില്ലേ? ആ ഉദാഹരണങ്ങൾ ഉണ്ടായത് ഓരോ വ്യക്തികളുടെ ഒരു കഠിനമായിട്ടുള്ളൊരു തീരുമാനമെടുക്കലിൽ നിന്നാണ്. ആ തീരുമാനങ്ങളെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്ത ആളുകളായിരിക്കില്ല ഉണ്ടാവുക. അതിനെതിരെ ഫൈറ്റ് ചെയ്ത് അവരവിടം വരെ എത്തിയതുകൊണ്ട് ഇങ്ങനെ ഉദാഹരണങ്ങളുണ്ടായി. ഈ ഉദാഹരണങ്ങളും കൂടി മുന്നിൽ വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മാറി മറിയുന്നുണ്ട്, കാലം മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് പലരോടും പല ആളുകളോടും പറയാൻ പറ്റുന്നത്. ആ ചേഞ്ച് ഇങ്ങനെ കാണുന്നത് ഒരു സന്തോഷമാണ്. നമ്മളിപ്പോൾ കണ്ട റീലിൻ്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിളിനെയാണ് നമ്മൾ അടുത്ത റീലിൽ കാണുന്നത്, അജിത ബീഗത്തിനെ. In police department, because it comes with the hierarchy, and if you are an SP or an SP, everybody reports to you. But other departments ആവുമ്പോൾ കുറച്ചും കൂടെ പ്രശ്നമാണ്. ഇപ്പം ഇവിടെയും ആ അൺകംഫർട്ടബിൾ നേച്ചർ ഉണ്ട്. ബട്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇത് മാറും എന്നാണ് എന്റെ പ്രതീക്ഷ. ഒരു ഇൻസിഡന്റ് ഉണ്ട്, ഞാൻ ഡിസ്ട്രിക്റ്റും പറയുന്നില്ല, ഓഫീസറും പേരും പറയുന്നില്ല. അപ്പൊ ഞാൻ ഒരു ക്രൈം കോൺഫറൻസ് കഴിഞ്ഞു, കുറെ പ്രാവശ്യം പറഞ്ഞിട്ടും ആ ഒരു ഓഫീസർ ഇംപ്രൂവ് ചെയ്തില്ല. ഐ ലിറ്ററലി ലോസ്റ്റ് മൈ പേഷ്യൻസ്. അപ്പൊ ഞാൻ 3 മാസമായിട്ട് പറയുന്നു അതിലൊരു ഇംപ്രൂവ്മെന്റ് ഇല്ല എങ്കിൽ എന്ന് പറഞ്ഞ് എന്തോ ഞാൻ കുറച്ച് ഹാഷായിട്ട് സംസാരിച്ചെന്ന് തോന്നുന്നു. അപ്പൊ എല്ലാവരും ഇറങ്ങി, പുള്ളി അങ്ങനെ അവിടെ നിന്ന് മാറിയില്ല. അപ്പൊ എനിക്ക് കുറച്ച് ഡെസ്പൈ ഭാവം തുടങ്ങിയപ്പോ സോ ഇറ്റ്സ് ഓക്കെ, ഐ ഗിവ് യു സം മോർ ടൈം, നിങ്ങൾ ഇംപ്രൂവ് ചെയ്യണം, കുറച്ചും കൂടെ ബെറ്റർ റിസൾട്ട്സ് ഉണ്ടാവണം, ഇതിങ്ങനെ പോയാൽ ശരിയാവത്തില്ല. പുള്ളി പറഞ്ഞത്, മാഡം എന്തെങ്കിലും ഷൗട്ട് ചെയ്യണമെങ്കിൽ അവരെല്ലാം പോയിട്ട് പിന്നെ
ഒറ്റയ്ക്കൊന്ന് ഷൗട്ട് ചെയ്ത് മീൻസ് ഒറ്റയ്ക്ക് എന്ത് വേണമെങ്കിലും മാഡം എന്ന് പറയാൻ ഞാൻ ആക്ച്വലി റിസൾട്ട് ഉണ്ടാക്കി തരാം. സാറാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. അതൊരു മാഡം വരുന്നത് പറയാം ഞാൻ അങ്ങനെ വീണ്ടും so did you understand? I could take that from a man but not from a അപ്പൊ ഈ ഒരു പ്രശ്നം ഉണ്ട് അപ്പൊ ഇല്ലാന്ന് ഞാൻ പറയൂല. പോലീസിൽ മാം പറഞ്ഞ പോലെ അതിഭീകരമായിട്ടുള്ളൊരു ഹൈറാർക്കിയൽ സെറ്റപ്പാണത്. അതായത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങോട്ട് മാറി നിൽക്കുക പറഞ്ഞാൽ മാറി നിൽക്കുക, അതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. അവിടെ പോലും അതായത് അങ്ങനെ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരാൾ പറഞ്ഞാൽ മിണ്ടാതെ നിന്ന് കേൾക്കണമെന്ന് പറയുന്ന സാഹചര്യത്തിൽ പോലും ഒരു സ്ത്രീ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വലിയ വിഭാഗം പുരുഷന്മാരിവിടെയുണ്ട്. ഇതിനൊക്കെ എതിരെ ഫൈറ്റ് ചെയ്തിട്ടാണ് ഒരുപാട് സ്ത്രീകൾ അവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളത് ഓരോ രംഗങ്ങളിലും. അതൊക്കെയാണ് പിന്നീട് കുറേ ആളുകൾക്ക് അങ്ങോട്ട് കയറി വരാനുള്ളൊരു പ്രചോദനമാവുന്നത്. കുറേ ആളുകൾക്ക് ഈ മാറ്റത്തിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നൊരവസ്ഥയിൽ എത്തിച്ച്. ഇപ്പോൾ അജിത ബീഗം വന്ന് നിന്ന് ആദ്യം മീറ്റിംഗ് വെക്കുന്ന സമയത്ത് അതിനെ ഉൾക്കൊള്ളാൻ പറ്റാതെ പോയ കുറേ പുരുഷന്മാരുണ്ടാവും. പക്ഷേ അവരെയൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞാൽ മാമിന് അവരുടെ ജോലി ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ഇവർ ഈ ജോലി ചെയ്തേ പറ്റുള്ളൂ. ആൻഡ് ഇവരുടെ ലീഡർഷിപ്പിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത്രയും ഉണ്ട് എന്ന് ബാക്കി ഓഫീസേഴ്സിന് വിശ്വാസം വരുമ്പോഴാണ് നാളെ അവരുടെ സബോർഡിനേറ്റായി പോലും ഒരു വനിത വരുമ്പോൾ അവരെ നമുക്കൊരു ജോലി ഏൽപ്പിക്കാം എന്ന് പറയുന്നൊരു ധൈര്യം ഇവർക്ക് വരുന്നത്. പക്ഷേ ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ ഈ ആദ്യത്തെ തീരുമാനമെടുക്കുന്ന കുറേ ആളുകളില്ലേ, അവർ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അവർ നേരിടേണ്ടി വരുന്ന ഒരുപാട് മാറ്റി നിർത്തലുകളുണ്ട്. അതിനൊക്കെ എതിരെ ഫൈറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഇങ്ങനത്തെ കുറേ ആളുകളുണ്ട്. ഇതിപ്പോൾ അജിത ബീഗം മാത്രമല്ല, ജില്ലാ കളക്ടർമാർ ആ ഒരു പോസ്റ്റിലേക്കൊക്കെ വന്നിട്ടുള്ള സ്ത്രീകൾ ഇതിനു മുമ്പും അവരുടെ പല ഇൻ്റർവ്യൂസിലും വെളിപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. അവർ ആ ഒരു പൊസിഷനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതികഠിനമായിട്ട് എല്ലാവരും ഒരു IAS ഉദ്യോഗസ്ഥയോ ആവുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അത്രയും വർഷത്തെ പ്രയത്നമാണ്. അത് കഴിഞ്ഞ് ട്രെയിനിങ് ഉണ്ട്. അത് കഴിഞ്ഞ് പ്രൂവ് ചെയ്ത് ആണ് അവർ ആ ഒരു പൊസിഷനിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ അങ്ങനെ വന്നിട്ടുള്ള ഇത്രയും കഴിവുകളുള്ള ഇത്രയും കാര്യങ്ങളെ അനലൈസ് ചെയ്യാനും ഒരു കളക്ടറുടെ ഡിസിഷൻ മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കേരളം മുഴുവൻ ഒരു പ്രളയം കണ്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്ന സമയത്ത് തിരുവനന്തപുരം ജില്ലാ കളക്ടറായിരുന്ന വാസുകി മാം അവരൊരു വിളി വിളിച്ചു. എത്ര ആളുകൾ വന്നു. അത് കേരളത്തിന് മുഴുവൻ മാതൃകയാവുന്ന ഒരു സംഭവമായിരുന്നു. അത്രയും യുവാക്കളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു കളക്ഷൻ സെൻറ്റർ റൺ ചെയ്യുക, ഓരോ കാര്യങ്ങളും ഓരോ സ്ഥലത്തേക്ക് എത്തിക്കുക എന്ന് പറയുന്ന അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അതാണ് ഈ കളക്ടേഴ്സിൻ്റെ ഒരു ഡിസിഷൻ പവർ. അവരിറങ്ങി തിരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അവരുടെ ലീഗൽ പവർ അത്രയുമാണ്. അങ്ങനൊരു പൊസിഷനിൽ നിൽക്കുന്ന ആൾ പറയുന്നത് പോലും ഒരു സ്ത്രീയാണല്ലോ ഇത് പറയുന്നത്, ഇവർക്കിത് വല്ലതും അറിഞ്ഞിട്ടാണോ, ഇത് ഞാൻ ഉൾക്കൊള്ളണോ എന്ന് ചിന്തിക്കുന്ന, അവരങ്ങനെ പലതും പറയും, നമ്മളൊന്നും മൈൻഡ് ചെയ്യേണ്ട എന്ന രീതിയിൽ അതിനെ എടുക്കുന്ന കുറേ ആളുകളുണ്ട്. ഇത് ഒരുപാട് ആളുകൾ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. ആ അവസ്ഥയിലാണ് നമ്മുടെ സമൂഹം ഈ വളർന്നു വരുന്ന അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കാര്യം ചെയ്യുന്ന ഒരു പവറിലേക്ക് വരുന്ന സ്ത്രീയെ ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ ചുറ്റും നോക്കുകയാണെങ്കിൽ എല്ലാ മേഖലകളിലേക്കും സ്ത്രീകൾ കടന്നു വരുന്നുണ്ട്. അത് പറയുമ്പോൾ കുറേ ആൾക്കാർ പറയും കല്ല് പൊളിക്കാൻ ഇപ്പോഴും പുരുഷന്മാരാണല്ലോ ഉള്ളത്. അങ്ങനത്തെ സാധനങ്ങളോടൊന്നും ഞാൻ റിയാക്ട് ചെയ്യാൻ തന്നെ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ മേഖലകളിലേക്കും സാധ്യമായ മേഖലകളിലേക്കൊക്കെ സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ടായി വരുന്നു. പക്ഷേ ഇപ്പോഴും ഒരു ഹെഡ് പൊസിഷനിലേക്ക്, ഡിസിഷൻ മേക്കിംഗ് പൊസിഷനിലേക്ക് ഒരു സ്ത്രീ വരുന്ന സമയത്ത് അത് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും എത്ര ആളുകൾ തയ്യാറാണെന്നുള്ളത് ഇന്നും വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം ഇത്രയും നാൾ നമ്മൾ ഈ ഓർഡേഴ്സ് സ്വീകരിച്ചിരുന്നത് പുരുഷന്മാരായിട്ടുള്ള ആളുകളിൽ നിന്നായിരുന്നു. അവിടുന്ന് ആ പൊസിഷനിലേക്ക് സ്ത്രീകൾ ഓർഡർ ചെയ്യുമ്പോൾ അതിനെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് അത് അത്രയധികം ഉള്ളിൽ ഈ പറയുന്ന അൺലേണിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് സാധിക്കുള്ളൂ. അത് എത്ര പേർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ചോദ്യമാണ്. പക്ഷേ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും ആ പൊസിഷനിലേക്ക് വളർന്നു വരുന്ന സ്ത്രീകളുടെ എണ്ണം ഇനി കൂടി വരികയാണ് ചെയ്യുക. നമ്മളിവിടെ ലിംഗപരമായ മാറ്റി നിർത്തലുകൾക്കപ്പുറത്തേക്ക് കഴിവ് തെളിയിച്ചിട്ടുള്ള മനുഷ്യർ എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞത് സ്ത്രീകളെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഇത് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്തത് ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചാണ്. ഒരു ആണിരുന്ന് പറഞ്ഞെടുത്ത് ഒരു പെണ്ണിരുന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ നമ്മുടെ സമൂഹം ഇപ്പോഴും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. പക്ഷേ അതേ പൊസിഷനിൽ ഇനി ഒരു ട്രാൻസ്ജെൻഡർ വരുന്നതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കും. ഒരു ട്രാൻസ് കളക്ടറോ ഒരു ട്രാൻസ് കമ്മീഷണറോ വരുന്ന സമയത്ത് അങ്ങനെ ഒരു പവർഫുൾ ഓർഡർ അവരിൽ നിന്നുണ്ടാവുമ്പോൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെങ്കിൽ അതനുസരിക്കേണ്ട ബാധ്യതയുള്ള ആളുകൾ അതെങ്ങനെയായിരിക്കും ഉൾക്കൊള്ളുക? നമ്മുടെ സമൂഹം ഇനിയും ഒരുപാട് പുരോഗമിക്കാനുണ്ട് എന്ന തിരിച്ചറിവും കൂടി നമ്മുടെ മുന്നിലുണ്ട്. നമുക്കിനി അടുത്ത റീലിലേക്ക് പോകാം. ഇത് ട്രോളമാവൻസ് 2.0 എന്ന് പറയുന്ന പേജിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് ഒരുപാട് ഇത്തരം എഡിറ്റഡ് ആയിട്ടുള്ള വിവരക്കേടുകളെയൊക്കെ കളിയാക്കുന്ന, അതുപോലെ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യങ്ങളെയൊക്കെ അങ്ങനെ പ്ലേസ് ചെയ്യുന്ന ഒരു പേജാണ്. നമുക്ക് എന്തായാലും റീലിലേക്ക് പോവാം. വരണോ അല്ലേ?
കാര്യങ്ങൾക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ലല്ലോ. മതം പറയലുണ്ടാവില്ല. ഈ മനുഷ്യന്മാരുണ്ടാക്കിയെന്നേ ഈ മതമൊക്കെ. എല്ലാരും മനുഷ്യത്വം, ഹ്യൂമാനിറ്റി, രാജഭരണത്തിൽ ഹ്യൂമാനിറ്റി ഉള്ളൂ. രാജഭരൻ സിനിമയിൽ കാണുന്ന രാജഭരൻ നല്ല രാജഭരണം. രാജഭരൻ സിനിമയിൽ നമ്മൾ കാണുന്നു അങ്ങനെ താഴേക്കിടക്കൂടെ അങ്ങനെ റിയാലിറ്റി രാജാക്കന്മാരെന്നുണ്ടെങ്കില് അത് വേറൊരു ലെവലാണ്. രാജാക്കന്മാർ പവർഫുൾ ആയിട്ടുള്ള ആളുകളാണ്. അവരെ നിയമമാണെങ്കിലും ഇത് പക്ഷേ പഞ്ചായത്ത് ഭരണമല്ലേ, അതാണ് ബുദ്ധിമുട്ടുള്ളത്. ഷിയാസ്ക എന്തായാലും അവരിട്ട ക്യാപ്ഷൻ അതാണ് ഈ റീലിനുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത്. വിവരമില്ലായ്മ അറ്റ് ഇറ്റ് സ്പീക്ക് എന്ന് പറയുന്നതിൻ്റെ ഉദാഹരണമായിരുന്നു. എന്ന് വെച്ചാൽ പവറുള്ള പഞ്ചായത്ത് ഭരണമൊക്കെ ആകുമ്പോൾ നമ്മൾ ഓരോരോ സ്ഥലത്ത് പോകണമല്ലോ. ഇപ്പോൾ രാജാവ് ഒറ്റയ്ക്കാണെങ്കിൽ ഷിയാസ്കയ്ക്ക് നേരിട്ട് രാജാവിനോട് എന്ന് പറയാമല്ലോ, രാജാവ് എനിക്ക് അവിടുത്തെ റോഡൊക്കെ നിങ്ങളൊന്ന് റെഡിയാക്കി തരണം, അല്ലെങ്കിൽ രാജാവ് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആ ഒരു കണക്ഷൻ യൂസ് ചെയ്യാമല്ലോ എന്നൊക്കെയാണ് ഷിയാസ്ക വിചാരിക്കുന്നത്. പക്ഷേ ഇവിടെ രാജാക്കന്മാരാണ് ഭരിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഷിയാസ്ക ഇന്ന് ഈ ജീവിതത്തിൽ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് ഇവിടെ തുടരുകയാണ്. രാജാക്കന്മാരിൽ ഹ്യൂമാനിറ്റി ഉണ്ടത്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങൾ ഹ്യൂമാനിറ്റീസ് പഠിച്ചിട്ടാണോ ഈ പറയുന്നത്? എന്താണ് മനുഷ്യത്? എനിക്ക് ഇങ്ങനെ ഇത് പറയുമ്പം ഈ ചില സിനിമയിലെ ചില ക്യാരക്ടേഴ്സൊക്കെ പറയില്ലേ, പരസ്പര ബന്ധമില്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകുന്ന, അങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്തത്. രാജാക്കന്മാർ പവർഫുള്ളാണ്, അതുകൊണ്ട് ഹ്യൂമാനിറ്റി ഉണ്ട്. പുള്ളി ഏതോ ഒരു രാജാവിനെ മനസ്സിൽ വെച്ചിട്ടുണ്ട്. ആ രാജാവിനെ വെച്ചിട്ടാണ് പുള്ളി ഈ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പുരോഗമന കാലഘട്ടത്തിൻ്റെ മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ ഭരണം പൂർത്തിയാക്കുന്ന ചില രാജ്യങ്ങളിപ്പോൾ ഉണ്ട്. രാജഭരണം നിലനിൽക്കുന്ന ചില രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളെ മാത്രം മുൻനിർത്തിക്കൊണ്ടായിരിക്കും ഷിയാസ്ക ഈ പറഞ്ഞത്. പക്ഷേ അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങളിലെ മാനുഷിക മൂല്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. പിന്നെ ഇത് അടിസ്ഥാനപരമായി വിവരമില്ലായ്മയാണ്. വിവരമില്ലായ്മയുടെ നമ്മളിപ്പോൾ എന്തൊരു പറയുമെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഷിയാസ്ക മൊത്തത്തിൽ ഭയങ്കര ഉദ്ഘാടനങ്ങളും തിരക്കൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഒരു സമയം അദ്ദേഹത്തിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ആ പ്രശ്നത്തിനെ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഷിയാസ്ക എപ്പോഴെങ്കിലൊക്കെ ഇച്ചിരി സമയം കിട്ടുകയാണെങ്കിലേ, ഈ നമ്മുടെ നാട്ടിൽ ലൈബ്രറി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. കുറേ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ച് ടവറായിട്ട് അവിടെ ഈ ചരിത്രം എന്ന് പറയുന്ന കോളത്തിൽ കുറച്ച് പുസ്തകങ്ങൾ നമുക്ക് വായിക്കാൻ കിട്ടും. ആ പുസ്തകങ്ങൾ എടുത്തു വെച്ച് കേരളത്തിൽ എന്താണ് സംഭവിച്ചത്, ഇന്ത്യയിൽ എന്താണ് സംഭവിച്ചത്, ലോകത്തെമ്പാടും എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്, രാജഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാണ് എന്ന് പറയുന്ന സ്വേച്ഛാധിപത്യത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള അങ്ങനത്തെ ഒരുപാട് പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. പിന്നെ ഈ ലൈബ്രറി വരെയുള്ളൊരു പോക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അവിടെ ഈ ഓൺലൈൻ മീഡിയക്കാർ വന്നിട്ട് ഇത്തരം അബദ്ധ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ ഇടയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഒരു മാർഗ്ഗമുള്ളത് ഈ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ ക്യാമറ മാത്രമല്ല ഉള്ളത്. അതല്ലാതെ അതിനകത്ത് ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്വേച്ഛാധിപത്യത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ളൊരു ധാരണ കിട്ടും. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് റെഫർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മൊത്തത്തിൽ നിർത്താൻ പറ്റില്ല, പക്ഷേ എണ്ണം കുറയ്ക്കാൻ പറ്റും. ഈ വിഡ്ഢിത്തം വിളിച്ച് പറയുന്നത് അങ്ങനെ എണ്ണത്തിൽ കുറയ്ക്കാനുള്ളൊരു ശ്രമം ഉണ്ടാവുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കാനാണ് തോന്നുന്നത്. പൊതുവേ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ രാജഭരണം തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്ന ചില മുക്കലും മൂളലും ഒക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. അതിനിപ്പോൾ ഒരു വലിയ പബ്ലിസിറ്റിയും കിട്ടി തുടങ്ങുന്നുണ്ട്. പണ്ടത്തെ രാജകുടുംബത്തിൽ മിച്ചം നിൽക്കുന്ന ആളുകളെയൊക്കെ എടുത്തുകൊണ്ട് വന്ന് രാജാവ്, രാജകുമാരൻ എന്നൊക്കെ പറഞ്ഞ് രാജ്ഞി എന്നൊക്കെ പറഞ്ഞ് അഭിസംബോധന ചെയ്ത് ആഘോഷിക്കുന്ന ഒരു രീതിയൊക്കെ നമ്മളിവിടെ കണ്ടുവരുന്നുണ്ട്. ഒരിക്കലൊന്ന് രാജഭരണം വന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അവരുടെ അടുത്ത് കുമ്പിട്ട് അയ്യോ എൻ്റെ രാജാവേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും കിട്ടും എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണാൻ പോകുന്ന ആ ദുരന്തം അതിപ്പോൾ രാജഭരണകാലത്ത് ജീവിച്ചാലേ പറ്റുള്ളൂ. പക്ഷേ കോമൺ സെൻസ് മാൻ അതാണ് ഇവിടെ ലാക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത റീലിലേക്ക് പോകാം. അടുത്ത റീല് കാണുന്നതിന് മുൻപ് എന്നോട് ശ്രുതി പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നമ്മളിവിടെ ഒരു ഡിസ്ക്ലെയിമർ പറയുകയാണ്. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ചൈൽഡ്ഹുഡ് ട്രോമയിലൂടെ കടന്നു പോകുന്ന അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള മിസ്ബിഹേവിങ് കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴും അതെവിടെന്നെങ്കിലും കണ്ടാൽ പോലും ട്രിഗർ ചെയ്യും എന്നാണെങ്കിൽ ഞാൻ ടൈം സ്റ്റാമ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ റീലും ഇതിൻ്റെ റിയാക്ഷൻ സൈഡും സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നമുക്ക് റീല് കാണാം. ഇങ്ങനെ അമ്മക്ക് തുടക്കിട്ട് ഇങ്ങനെ തുടക്കണ്ട, ഇതൊന്നും ആരും പഠിപ്പിച്ച് തന്നിട്ടില്ലേ? ഇതൊക്കെ അങ്ങനെയാണ് പഠിപ്പിക്കാൻ. ഒരു വരാവോ? നീ തുണി മാറുമായിരുന്നു, അങ്കളൊന്ന് മൂത്രം കഴിക്കണായിരുന്നു. നീ കൂടെ കാണിക്കൊന്നും വേണ്ട, നിന്റെ കുറെ ചെറുപ്പത്തിൽ അടുത്തോന്ന് നടന്നേ ഇങ്ങനെ മാറിക്കോ. അങ്ങനെ ബാത്റൂമല്ലേ എന്നാ ഉണ്ടാക്കാൻ നമ്മളെ തരണം. കുളിക്കാൻകാറ് വേണം, അങ്ങളും കൂടെ വരട്ടെ. എന്നാണ് തമാശ പറഞ്ഞപ്പോ ബോംബാറ് കണ്ടില്ലേ? എടി മോളെ ഈ വീട് നോക്കിക്കടേ, ഇത് നിന്നോ നോക്കി. അയ്യേ തന്നെ വന്നേ, ഞാനൊന്നും അല്ല നോക്കി. ഇത് നിന്നോ
ഈ സൈസ് അമ്മാവന്മാർ, ചില ചേട്ടന്മാർ, ചില അപ്പൂപ്പന്മാർ, ഇതുപോലെയുള്ള ആളുകളുടെ കഥകളൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ചില ആളുകളെങ്കിലും ഞാൻ ജീവിതത്തിൽ നേരിടേണ്ടിയും വന്നിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും ഈ കുട്ടികൾ എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ പറയുന്നത് കൊച്ചുകുട്ടികൾ മാത്രമല്ല, പ്രായപൂർത്തിയായതിനു ശേഷവും നമ്മുടെ നാട്ടിൽ ആൺപെൺ ഭേദമന്യേ ആളുകൾ അനുഭവിക്കുന്നൊരു പ്രശ്നമാണ് ഇതുപോലത്തെ ചില ഇൻട്രൂഡേഴ്സ്. നമ്മൾ വിചാരിക്കും പുറത്തുനിന്നാണ് നമ്മളെ പ്രിഡേറ്റേഴ്സ് അന്വേഷിച്ച് വരികയെന്ന്. പക്ഷേ വീടിനുള്ളിൽ തന്നെ കടന്നു വരുന്ന എല്ലാത്തരം സ്വാതന്ത്ര്യങ്ങളും അനുവദിച്ച് കിട്ടിയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. അത് വീട്ടുകാർ ശ്രദ്ധിക്കില്ല. ഈവൻ ഇങ്ങനെ ഒരു അമ്മാവനെയൊക്കെ നമ്മുടെയൊക്കെ കുടുംബത്തോ ജീവിതത്തിലോ ഉണ്ടെങ്കിൽ നമ്മൾ അച്ഛനോടും അമ്മയോടും പോയി പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. അവർ പറയും നിനക്കങ്ങനെ തോന്നിയതാണ്, നിൻ്റെ മനസ്സിൽ മറ്റേ കുറേ ദുർചിന്തകളൊക്കെ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ നീ മറ്റു പലതും ഒക്കെ ചിന്തിക്കുന്നതുകൊണ്ടും കാണുന്നതുകൊണ്ടുമാണ് നിനക്കങ്ങനെ തോന്നുന്നത്. അയാളൊരു നല്ല മനുഷ്യനാണ്, സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷേ അനുഭവിക്കുന്ന ആൾക്ക് അറിയാം നമ്മുടെ ദേഹത്ത് ഒരു ദുരുദ്ദേശത്തോടു കൂടി ഒരാൾ തൊട്ടാൽ, ഒരു സ്ഥലത്ത് ചുമ്മാ തൊട്ടാൽ നമുക്കത് ഫീൽ ചെയ്യുള്ളൂ. ആൻഡ് എനിക്ക് പരിചയമുള്ള അറിയാവുന്ന എല്ലാ സ്ത്രീകളും പറഞ്ഞിട്ടുള്ളത് ഇത്തരം അനുഭവങ്ങളിൽ ജസ്റ്റ് ഈ വിരൽ വരുന്ന ആ സ്പോട്ടിൽ അത് അവർക്ക് മനസ്സിലാവുമെന്നുള്ളതാണ്. പക്ഷേ ഒന്നാമത്തെ പ്രശ്നം പേടിയാണ്. രണ്ടാമത്തെ പ്രശ്നം ഇയാളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ, അതായത് ഈ പ്രിഡേറ്ററും അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാവുമോ എന്ന് പറയുന്നൊരു പേടി, എൻ്റെ അച്ഛനും അമ്മയും പ്രശ്നത്തിലാവുമോ അങ്ങനത്തെ ഒരു പേടി. ചില കുട്ടികളെയൊക്കെ ചിലർ പേടിപ്പിക്കുന്നത് നിൻ്റെ അച്ഛനും അമ്മയും ഞാൻ തട്ടിക്കളയും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നാണക്കേടാവും എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഷെയിം വെച്ചുകൊണ്ട്, അതായത് പേടി ആദ്യത്തെ ഫാക്ടർ, രണ്ട് ഷെയിം ചെയ്യുമെന്ന് പറയുന്നൊരു പേടി, മാത്രമല്ല ഈ കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടി വരുമെന്നുള്ള പേടി. ഇങ്ങനെയുള്ള കുറേ പേടികൾ കാരണം പലതും തുറന്നു പറയാൻ പറ്റാതെ ഈ അങ്കിള് പോയതിന് ശേഷമുള്ള ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി അടുത്ത തവണ അച്ഛനും അമ്മയും പുറത്ത് പോകുന്നു എന്ന് കേൾക്കുമ്പോൾ, വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരുമെന്ന് അറിയുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങളൊരു സ്ഥലത്ത് പോവുകയാണ്, നിന്നെ ഞാൻ ആ അങ്കിളുടെ വീട്ടിലാക്കിയിട്ട് പോവാം എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് ആ കുഞ്ഞ് അനുഭവിക്കുന്നൊരു ഈ ഉള്ളിലുണ്ടല്ലോ ഭൂകമ്പം ഉണ്ടാവുന്ന പോലത്തെ ഒരു ഫീലാണ്, ഒരു പേടിയാണ്. അയാൾ എവിടെയൊക്കെ തൊടും, എന്തൊക്കെ ചെയ്യും, ഞാൻ എങ്ങനെ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. നമുക്ക് ഒരു കടുവയോ പുലിയോ ആണ് കടിക്കാൻ വരുന്നതെങ്കിൽ ഒന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കാം. രണ്ട് ഓടി രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിൽ അതോടുകൂടി പരിപാടി കഴിഞ്ഞു. ഇതല്ല, ഇത് ആജീവനാന്തം നമ്മളെ ഫോളോ ചെയ്യും. ഇതെന്ന് അവസാനിക്കും. ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്ന ആളുകളുണ്ട്, പ്രതികരിച്ചിട്ട് പെട്ടുപോയിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് പ്രതികരിക്കുക എന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇത് കാണാനുള്ള ആത്മധൈര്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യം തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഷൗട്ട് ചെയ്യുക, അവരോട് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പാടില്ല. അച്ഛനോടും അമ്മയോടും പറയാം. അവർ പോയി ചോദിക്കാൻ പറയുകയും ചെയ്യുന്നത് ചെയ്യട്ടെ. തല്ലുണ്ടാവുന്നെങ്കിൽ ഉണ്ടാവട്ടെ. ഇവിടെ പോലീസുണ്ട്, കോടതിയുണ്ട്. അങ്ങനെയൊക്കെ പേടിച്ചിരിക്കുന്നതുകൊണ്ടാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും അയാളോട് വാക്കേറ്റത്തിന് പറ്റുമോ, അയാൾക്ക് തല്ലാൻ പറ്റും, തല്ലട്ടോ, തിരിച്ച് കിട്ടട്ടെ. നിങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ള അച്ഛനും അമ്മയാണ്, അവർ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ദേ ആർ ബൗണ്ട് ടു ഡു ദാറ്റ്. അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ ഇവിടെ പോലീസുണ്ട് അവരുടെ സപ്പോർട്ടിന്, അവർ ബഹളം വെക്കട്ടെ. അങ്ങനെയൊന്നും ആലോചിച്ച് പേടിച്ചിരിക്കല്ലേ. ഞാൻ പേടിച്ചിരുന്നിട്ടുണ്ട്. എൻ്റെ അച്ഛൻ എങ്ങനെ ചോദിക്കും, എൻ്റെ അമ്മ എങ്ങനെ ചോദിക്കും, ഇതെങ്ങനെ, എന്താണ് ഇതിൽ സംഭവിക്കാൻ പോവുക, എൻ്റെ ഭാവി എന്താവും, അവരിനി അങ്ങനെ ആലോചിക്കാതെ പേടിക്കാതെ തുറന്നു പറയാത്തിടത്തോളം നമ്മളിങ്ങനെ അനുഭവിച്ച് ഞാൻ പറയുന്നത്, ചിലപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ഒന്നും ശല്യം ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ച് ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ആളുകളുണ്ടാവും. നിങ്ങളെ ആജീവനാന്തം ഫോളോ ചെയ്യാൻ പോകുന്നൊരു ട്രോമയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരിക്കൽ നമ്മൾ നമുക്ക് വേണ്ടി ശബ്ദം ഉയർത്തണം. ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്ട്രഗിൾ എന്താണെന്നറിയോ? ഏറ്റവും വലിയ സ്ട്രഗിൾ നമുക്ക് വേണ്ടി ശബ്ദമുയർത്താൻ പറ്റാതെ പോകുന്നതാണ്. അത് ആദ്യം നമ്മളോട് നമുക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്നതാണ്. എനിക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസിൽ ഞാൻ ഇരിക്കേണ്ടതെന്ന് ഞാൻ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കണം. എന്നോട് ഞാൻ ഷൗട്ട് ചെയ്യണം. എനിക്ക് വേണ്ടി ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും സംസാരിക്കണം. എനിക്ക് വേണ്ടി ഞാൻ ബാക്കിയുള്ളവരോട് സംസാരിക്കണം. എന്നെ അൺകംഫർട്ടബിൾ ആക്കുന്നവരോട് സംസാരിക്കണം. നമുക്ക് വേണ്ടി നമ്മൾ ശബ്ദം ഉയർത്തിയിട്ടില്ലെങ്കിൽ ആ ശബ്ദം ഉള്ളിൽ ഇങ്ങനെ കിടന്ന് പെരുക്കും. ഒരു ദിവസം അതൊരു വലിയ അലർച്ചയായിട്ട് പുറത്തേക്ക് വരും. ചിലപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് വരും. സോ മൈ ഹംബിൾ റിക്വസ്റ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ, ശാരീരികമോ മാനസികവുമായി നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശബ്ദം ഉയർത്താൻ ശ്രമിച്ചു നോക്കൂ. അതിൻ്റെ ബാക്കി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിനേക്കാൾ ആ പ്രശ്നത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യൂ. ചിലപ്പോൾ അതിന് ശേഷം വരാൻ പോകുന്ന അതോടുകൂടി കഴിയുള്ളൂ. അതോടുകൂടി ആ സ്ട്രഗിൾ കഴിഞ്ഞു, ആ സ്ട്രെസ്സ് റിലീവായി. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് നമ്മുടെ അച്ഛനമ്മമാരൊക്കെ കുഞ്ഞുങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് മാറുക എന്നുള്ളത്. എൻ്റെയൊക്കെ പേടിയുടെ അടിസ്ഥാന പ്രശ്നം എന്താ പറയുക, ഞാൻ ചെന്ന് പറഞ്ഞാൽ എന്നെ വിശ്വസിക്കുമോ എന്നുള്ള പേടിയാണ്. ആ ട്രസ്റ്റ് ഉണ്ടല്ലോ, അത് അച്ഛനമ്മമാർ ക്രിയേറ്റ് ചെയ്യണം. കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ എന്തും വന്ന് പറയാനും അവർ പറയുന്നതിനെ നമ്മൾ വിശ്വസിക്കും, അതിനെ കൊടുക്കേണ്ട വാല്യൂ കൊടുത്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയുന്നൊരു വിശ്വാസം അച്ഛനമ്മമാർ ഉണ്ടാക്കിയെടുക്കണം. ആൻഡ് അവർ പറയുന്നതിന് അവരുടെ ഒപ്പം നിൽക്കണം. അങ്ങനെ നിൽക്കാതെ ചുമ്മാ ട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊരു വിഷയം വന്ന് പറയുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യണം.
ചെയ്യണം, നിങ്ങളതിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടെന്നും അതെങ്ങനെയാണെന്നും അവർ കാണണം. അവിടെയാണ് ആ ട്രസ്റ്റ് ഉണ്ടാവുക. പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഭയങ്കര ജാടയാണ്, നമ്മൾ വിളിച്ചാൽ വരില്ല, മടിയിലിരിക്കില്ല, ഉമ്മ നോക്കില്ല, തരൂലടോ, മടിയിലിരിക്കില്ലടോ. അത് അവർക്ക് അൺകംഫർട്ടബിൾ ആയതുകൊണ്ടാണ്. അവർ അൺകംഫർട്ടബിൾ ആണ് എന്നുള്ളത് അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യണം. അത് പോയി ഇരിക്കുക, അവിടെ ചെന്ന് ഇരിക്കുക, ഒരു ഉമ്മ കൊടുത്തേ, എന്തിനു നിർബന്ധിക്കുന്നത്? കുഞ്ഞ് കംഫർട്ടബിൾ ആണെങ്കിൽ കുഞ്ഞിന് സ്നേഹം തോന്നിയ ഉമ്മ വരും. നിങ്ങൾ ഈ ഇല്ലാത്ത സ്നേഹത്തിൻ്റെ ഉമ്മകൾ പ്രതീക്ഷിക്കാൻ പോരുത്. കുഞ്ഞുങ്ങൾ ഉമ്മ നോക്കുന്നത് നല്ല സുഖമാണ്. എനിക്ക് അനിയത്തിയുടെ കൊച്ചൊക്കെ ഉമ്മ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. അവൻ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള, അവന് തരാൻ തോന്നാത്ത ഒരു സ്ഥലത്ത് നിർബന്ധിച്ച് ചോദിച്ചു നോക്കുക, എടാ ഒരു ഉമ്മ വരും, അവൻ ഉമ്മ തരുവാണെങ്കിൽ ഓക്കെ. അവൻ അൺകംഫർട്ടബിൾ ആണെങ്കിൽ പിന്നെ ചോദിക്കാൻ നിൽക്കരുത്, അവനെ നിർബന്ധിക്കാനും പോരുത്. അത് അവനായാലും അവളായാലും ആരായാലും ആ കുഞ്ഞുങ്ങളുടെ കംഫർട്ട് സ്പേസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അവരുടെ സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അവർ പറയുന്നതിന് അതിൻ്റെ എല്ലാ വാല്യൂവും ഉൾക്കൊണ്ടുകൊണ്ട് കേൾക്കാൻ നമ്മുടെ അച്ഛനമ്മമാർ തയ്യാറാവുകയും അവർ ആ മക്കൾക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുകയാണെങ്കിൽ എത്രയോ മനുഷ്യർ ആജീവനാന്തം കൊണ്ടു നടക്കുന്ന ഈ ചൈൽഡ്ഹുഡ് ട്രോമകൾ ഇല്ലാതിരുന്നേനെ, അല്ലെങ്കിൽ എത്രയോ ഭാരം കുറഞ്ഞിരുന്നേനെ. എത്രയോ നമ്മളൊക്കെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു ഇമോഷണൽ ബാഗേജ് ഉണ്ട്, അതിൻ്റെ ഭാരം എത്ര കുറഞ്ഞിരുന്നേനെ. ഇത് കാണുമ്പോൾ സ്റ്റെഫി ചെയ്തിട്ടുള്ള റീൽസിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്നെനിക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഒന്ന്, അവർ പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്നതിൽ അതിൽ ആ ചൊറിഞ്ഞു വന്നിട്ട് നമുക്കവിടെ കൊടുക്കാൻ തോന്നില്ലേ? നമ്മളൊക്കെ ലൈഫിൽ ചില ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ കൊടുക്കാനിങ്ങനെ പറ്റാണ്ട് പിടിച്ചു വെച്ചിട്ടുണ്ടാവും. ആ ആളെ നമ്മുടെ മുന്നിൽ അവർ പെർഫോം ചെയ്തു. എൻ്റെ ആ കൂടെ വന്നിട്ടുള്ള ആളും ആ സീൻ, ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഇതിൽ ചില സീനുകളൊക്കെ എനിക്കറിയാം, പക്ഷേ ചില കാര്യങ്ങൾ കാണുമ്പം അറിഞ്ഞോ അറിയാതെയോ പോലും ഒരാളുടെ കംഫർട്ട് സ്പേസിൽ കയറി അയാളെ ഇറിറ്റേറ്റ് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു തിരിച്ചറിവ്, ഐ മീൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു റീലായിരുന്നു ഇത്. താങ്ക്സ് ടു സ്റ്റെഫി ഓൾസോ. നമുക്ക് അടുത്ത റീലിലേക്ക് പോവാം. എൻ്റെ ആരോഗ്യവും എൻ്റെ എല്ലാം സിക്സ് പാക്കും എൻ്റെ ഇതെല്ലാം ഉണ്ടായിരുന്ന സമയത്ത് അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ബൈസെക്ഷൽ ആവുന്ന തെറ്റൊന്നുമല്ലേ? അത് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് കുട്ടിക്കാലത്ത് എനിക്ക് ഒന്നും അറിയാത്ത കാലത്ത് എന്നെ ഒരുപാട് ആണുങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് ഒന്നും ബോധമില്ല. അതിന് ഞാൻ ആരോട് കംപ്ലൈന്റ്? മെൻഷൻ ഹിം എന്ന് പറഞ്ഞ് ഇത് ആഘോഷിക്കുകയാണ്. അതായത് അയാൾക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്ന സമയത്ത് അയാളെ സ്ത്രീകൾ ഉപയോഗിച്ചിരുന്നു. അയാൾക്ക് ചോദിക്കാനും പറയാനും ഒന്നും പറ്റാതിരുന്ന പ്രായത്തിൽ അയാളെ പുരുഷന്മാർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ ഉപയോഗപ്പെട്ടു എന്ന് പറയുന്ന ഒരു പെയിൻ അതിനകത്തുണ്ട്. അയാളത് തുറന്ന് പറയുമ്പോൾ നമുക്കിത് മനസ്സിലാവും. ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത് മറ്റേ സ്ത്രീകൾ മാത്രം ഉപയോഗിക്കപ്പെടുന്നു, പെൺകുട്ടികൾ മാത്രം ഉപദ്രവിക്കപ്പെടുന്നു എന്നുള്ളതല്ല, പുരുഷന്മാരും ഇത് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ പല ആളുകളും ഇത്തരം കാര്യങ്ങൾ, ആണുങ്ങൾ അവരനുഭവിച്ച പ്രശ്നങ്ങൾ പറയുമ്പോഴേ നമുക്കൊന്നും കിട്ടുന്നില്ലല്ലോ, ഇതാണ് ഈ കമൻറ്റുകളിൽ ആദ്യം വരിക. അല്ലെങ്കിൽ നമുക്കൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ എന്നൊക്കെയാണ്. ഇടൂ, ഒരു മനുഷ്യനൊരവസ്ഥ പറയുമ്പം അത് മറ്റേ സെലിബ്രേഷനാണെന്ന് വിചാരിക്കല്ലേ. എനിക്ക് താല്പര്യമില്ലാതെ എൻ്റെ ശരീരത്തിൽ ഒരു സ്ത്രീ തൊടുന്നതിൽ ഞാൻ അൺകംഫർട്ടബിളാണ്, അങ്ങനെ തൊട്ടത് എനിക്കൊരു ദുരനുഭവമായിട്ട് ഞാൻ പറയുമ്പോൾ ഞാനായിരുന്നെങ്കിൽ ഞാൻ പൊളിച്ചേനെ എന്നൊക്കെ ആഗ്രഹിക്കുന്നത് നിൻ്റെ ദാരിദ്ര്യം കൊണ്ടാണ്. ഈ സെക്സിനെയൊക്കെ ഭയങ്കര മോശമായി കാണുന്നത് കൊണ്ട്, ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരാളുടെ സ്പർശനം നിങ്ങൾക്ക് വേറെന്തോ തരുമെന്നൊക്കെ പറയുന്ന ഈ അമിത സങ്കല്പങ്ങളൊക്കെ കൊണ്ട് സംഭവിക്കുന്നതാണ്. ഒരു മനുഷ്യനായുള്ള പെയിനാണ് പറഞ്ഞത്. അയാളെ സ്ത്രീകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും അയാൾക്ക് നഷ്ടമാണ് ഉണ്ടായത്. അയാൾ അവിടെ ചിലപ്പോൾ ഇമോഷണലി ഇൻവെസ്റ്റഡ് ആയിരിക്കും, ചിലപ്പം ഇമോഷണലി ഒന്നും ഇല്ലാത്തടുത്ത് നിന്ന് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവും. അതൊക്കെ ഒരു പെയിനാണോ? അല്ലാതെ ഇത് എപ്പോഴും ഇത് സുഖം എന്ന് പറയുന്ന ഒരു സാധനമൊന്നുമല്ല. സെക്സ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഫിസിക്കലി ഇമോഷണലി ഇൻവോൾവ് ആയിട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ അത് പല ആളുകൾക്കും ഈ ഫിസിക്കൽ മെൻ്റൽ ഇൻവോൾവ്മെൻറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റിറക്കങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. ഇതിൽ ഈ സംസാരിക്കുന്ന ആൾക്ക് ഇതിത്രയാണ്. അവിടെ അയാളുടെ നീഡ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടുന്നൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അവിടെ തോന്നിയിട്ടുണ്ടാവില്ല. പല കാരണങ്ങൾ കൊണ്ടും അയാൾ ബീയിങ് യൂസ്ഡ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയിട്ടുണ്ടാവാം. അതേപോലെ എന്നെ ഒരാൾ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അത് ഈ പറയുന്ന ഫിസിക്കൽ സെക്സിന് വേണ്ടി മാത്രമായിരിക്കില്ല, വേറെ പല കാര്യങ്ങൾക്കും ആവാം. അതിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളും, അതുപോലെ ഞാൻ ഒരാൾക്കൊപ്പം നിൽക്കുന്നു, ഞാൻ എൻ്റെ സമയമാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പക്ഷേ എന്നോട് അയാൾ തിരിച്ചൊന്നും തരുന്നില്ലെങ്കിൽ ഐ വാസ് ബീയിങ് യൂസ്ഡ് ദെയർ. അങ്ങനെ ഒരാളിരുന്ന് പെയിൻ പറയുമ്പോൾ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പൊളിച്ചേനെ, എൻ്റെ മുന്നിൽ വച്ചാനെ. ഇങ്ങനെയൊക്കെ കമൻ്റ് ഇടുന്ന ആൾക്കാർ, ഇങ്ങനെ പോസ്റ്റ് ഉണ്ടാക്കുന്ന ആൾക്കാർ ഈ സിറ്റുവേഷൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാണ്ടല്ലോ അന്തം വിട്ട് അന്താളിച്ച് നിൽക്കാന്ന് പറയില്ല. ആനേനെ ദൂരേന്ന് കാണുന്ന സമയത്ത് അവൻ്റെ തലയെടുപ്പ് അവനിങ്ങനെ കൊമ്പുകൂലിക്ക് വരുന്ന കാണാൻ ഭയങ്കര രസമാണ്. അങ്ങനെ കാട്ടിക്കയറി കൊമ്പുകൂലിക്ക് വന്ന ആനയുടെ മുന്നിൽ പോയി നിന്ന് നോക്കുമ്പോൾ ആ രസമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെ ഈ പല ആളുകളുടെയും ജീവിതത്തിലെ പെയിനെ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മളാണെങ്കിൽ പൊളിച്ചേനെന്നൊക്കെ തോന്നും. അതിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ എത്ര വർഷം എടുത്ത് കാണും അയാൾ ആ ഒരു
കാര്യമൊക്കെ ഇങ്ങനെ ഓപ്പണായിട്ട് തുറന്നു പറയുന്നൊരു മാനസികാവസ്ഥയിലേക്ക് എത്താൻ എങ്ങനെയാണ് ഇതൊക്കെ കോമഡി ആക്കിയിട്ടൊക്കെ കാണിക്കാൻ തോന്നുന്നത്, ഇതിനിങ്ങനെ മ്യൂസിക് മിക്സ് ചെയ്യാൻ തോന്നുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും കോമഡി ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡയലോഗുണ്ട്, 16 തികയാത്ത അല്ലെങ്കിൽ 17 തികയാത്ത പാൽക്കാരൻ പയ്യൻ, അവൻ്റെ മരണമൊക്കെയാണ് മരണം എന്ന് പറയുന്നതിനെ ഇന്നും ചിരിച്ച് ജോളിയായിട്ട് നമ്മളൊക്കെ ആണെങ്കിൽ പൊളിച്ചതെന്ന് പറയുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട്. സെക്സ് എന്ന് പറയുന്നതിനെ എപ്പോഴും സ്ത്രീക്ക് നഷ്ടവും പുരുഷന് നേട്ടവും എന്ന് പറയുന്നത്, പുരുഷന് ഭയങ്കര സുഖം കിട്ടുന്ന, എന്നും എപ്പോഴും സുഖം കിട്ടുന്ന ഒരു പരിപാടി എന്നുള്ള രീതിയിൽ നോക്കിക്കാണുകയാണ്. പ്രായപൂർത്തിയാവാത്ത കുട്ടിയെ അവൻ്റെ അധ്യാപിക ലൈംഗികമായി ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അതവൻ്റെ ആജീവനാന്തം നിലനിൽക്കാൻ പോരുന്നൊരു ട്രോമ ക്രിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ സെക്സിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള ഒരു ഇംപ്രഷൻ അവൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. അതെന്തോ അവന് നേട്ടം കിട്ടിയോ അവൻ്റെയൊക്കെ ഭാഗ്യം എന്ന് പറഞ്ഞാണ് ഇവിടെ ആഘോഷിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കിയപ്പോൾ ഞെട്ടിപ്പോയത്, അവൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്നെ ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു. IFFKയിൽ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ആത്മഹത്യ ചെയ്തത് വളരെ ചെറിയ പ്രായം മുതൽ അവനെ ലൈംഗികമായി ആളുകൾ ഉപയോഗിച്ചിരുന്നു. ആ പെയിൻ അത് കാലങ്ങളായി കൊണ്ട് നടന്ന് അത് അവന് പോലും താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ അവൻ ഈ ലോകത്തോട് വിട പറയാം, ഞാനിത് അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. അവനോട് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് പറയാം. പക്ഷേ അവൻ എന്തുമാത്രം പെയിൻ അനുഭവിച്ചിട്ടുണ്ടാവും, എത്ര രാത്രികളിൽ അവൻ ഉറങ്ങാൻ പറ്റാതിരുന്നിട്ടുണ്ടാവും. ഇത് ഏതോ മറ്റേ സുഖം കിട്ടി പോവുകയാണ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണെങ്കിൽ അങ്ങനെയാണോ സംഭവിക്കുക? അതങ്ങനെ അല്ലടോ. ഒരു മനുഷ്യന് താല്പര്യമില്ലാതെ ഏത് തരത്തിലുള്ളൊരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നതും അത് പെയിൻഫുള്ളാണ്. അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു മനുഷ്യൻ്റെ വിയർപ്പും ശരീരത്തിൻ്റെ ചൂടും നിങ്ങളുടെ ദേഹത്തൊട്ടുക എന്ന് പറയുന്നത്, ഇത് സ്ത്രീകൾ തുറന്നു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്, വലിയൊരു മാറ്റമാണ്. വളരെ സ്ട്രോങ് ആയി ഇത് തുറന്നു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്നും പുരുഷന്മാർ തുറന്നു പറയാൻ മടിക്കുകയാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ കൊണ്ട് കൊള്ളൂലാഞ്ഞിട്ടാണ്. എനിക്കിപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ സെക്ഷലി റിലേറ്റ് ചെയ്തു, എനിക്കത് ബുദ്ധിമുട്ടായിരുന്നു, എനിക്ക് താല്പര്യമില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആണത്തമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇത് ആണത്തമല്ലടോ, ഇത് ചോയ്സ് ആണോ, ഇത് പ്രിഫറൻസ് ആണോ എന്ന് ഇവരോടൊക്കെ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുക? ഇനി ഇതേ കാര്യം ആണും പെണ്ണും മാത്രമല്ല, നിങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സ് അവർ പലപ്പോഴും തുറന്നു പറയുന്ന സമയത്ത് എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഒരാളിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നൊരു ട്രാൻസ്ജെൻഡർ തുറന്നു പറയുമ്പോൾ ഇത്രയ്ക്ക് ദാരിദ്ര്യമായിരുന്നോ അയാൾക്ക് എന്ന് പറഞ്ഞ് ഈ ട്രാൻസ്ജെൻഡറെ ഷെയിം ചെയ്യാനാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ നോക്കുന്നത്. ട്രാൻസ്ജെൻഡറിൻ്റെ അടുത്ത് പോകുന്നത് അതങ്ങനെ നാണിക്കേണ്ട, ഷെയിം കാണേണ്ട കാര്യമൊന്നുമല്ല. അവിടെയും പ്രിഫറൻസും ചോയ്സും തന്നെയാണ്. പക്ഷേ ലൈംഗിക ദാരിദ്ര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും ഭീകരമായിട്ടുള്ളൊരവസ്ഥയാണ്. അതിനെ അഡ്രസ്സ് ചെയ്യാനും അതിനെ മനസ്സിലാക്കാനും നമുക്ക് പറ്റാതെ പോകുന്നത് ഇങ്ങനത്തെ ചില അനാവശ്യ സെലിബ്രേഷൻസ് ഒരു സൈഡിൽ കൂടി നടക്കുന്നതുകൊണ്ടാണ്. ഇങ്ങനെ ട്രോളുകൾ ഉണ്ടാക്കുന്ന, ഇതിനെയൊക്കെ ഒരു കളിയാക്കി ഇതിൽ ചില പേരുകളൊക്കെ ഇട്ട് മെൻഷൻ ദാറ്റ് ചങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനൊരു ഒരു തുറന്ന് പറയുന്നത് ഒരു മോശം കാര്യമായിട്ട് നിങ്ങൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ട്രോളും മീമും ഒക്കെ കാരണം താൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് തുറന്ന് പറയാൻ പറ്റാതെ ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ വെന്തുരുകിക്കൊണ്ടിരിക്കുന്ന എത്രയോ ആൺകുട്ടികളുണ്ടാവും. പുറമെ അവർ ചിരിച്ച് കളിച്ച് നിൽക്കുന്നൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ ഞാൻ മോശക്കാരനായി പോവുമല്ലോ, എന്നെ കളിയാക്കുമല്ലോ, എൻ്റെ പേര് ചീത്തയാവുമല്ലോ, സോഷ്യൽ മീഡിയയിൽ ചേട്ടന്മാരൊക്കെ ഇങ്ങനെയാണല്ലോ പറയുന്നത് എന്ന് കരുതി ഇത് അനുഭവിച്ച് നാളെ ഒരു കഷ്ണം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ ഒക്കെ തീരാൻ വേണ്ടി നിങ്ങൾ ഇന്ന് കുറേ ചെക്കന്മാരെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്ലീസ് സ്റ്റോപ്പ് ഡൂയിങ് ദിസ്. പ്ലീസ് സ്റ്റോപ്പ് ഡൂയിങ് ദിസ്. നമുക്കിനി അടുത്ത റീലിലേക്ക് പോവാം. ദിസ് ഇസ് ഫ്രം നവ്യ നായർ. ഇവിടെ കോമ്പറ്റീഷൻസിന് വേണ്ടി പഠിപ്പിക്കാറില്ല. എല്ലാവരും വിചാരിക്കും കോമ്പറ്റീഷൻസിൽ കൂടെ എത്തി നിങ്ങൾ തന്നെ എന്റെ കരയുന്ന വീഡിയോ കണ്ടിട്ടില്ലാത്ത ആരും ഉണ്ടാവില്ല. പക്ഷേ ഇറ്റ്സ് ഇൻസെയിൻ. ഒരു ആവശ്യവുമില്ലാത്ത ഒരു കരച്ചിലേക്ക് നമ്മൾ എന്തിനാണ് കുട്ടികളെ കൊണ്ടുവരുന്നത്? ഇതൊരു കലയാണ്. ഈ കല പഠിപ്പിക്കുന്നതിൽ ഒരു കോമ്പറ്റീഷന്റെ ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ ഇവിടെ ആണെങ്കിലും കോമ്പറ്റീഷൻസിന് ഭരണമൊക്കെ 10 മിനിറ്റ് ആണ് കളിക്കുന്നത്. ഭരണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു 25 to 30 മിനിറ്റ്സ് കളിക്കേണ്ട ഒരു ഇലാബറേറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെ ഇങ്ങനെ ഒരു ക്യാപ്സ്യൂൾ ഫോമിൽ 10 മിനിറ്റ്സ് കളിക്കുന്നത് മറ്റുള്ളവർ ശരിക്കും അന്യ സംസ്ഥാനത്തിലുള്ളവർ വലിയ വലിയ നർത്തകരും വളരെ പുച്ഛത്തോടു കൂടിയും കളിയാക്കിയിട്ടും പരിഹസിച്ചിട്ടുമാണ് നമ്മൾ അതിനെ കാണുന്നത്. പക്ഷെ അപ്പോഴും ഞാൻ അവരുടെ അടുത്തൊക്കെ പറയും, എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മലയാളി കുട്ടികളുടെ ഒരു ടാലന്റ്, അവരുടെ ആ ഒരു ഇതൊക്കെ പഠിച്ചെടുക്കാനുള്ള ഒരു കഴിവ്, ക്വിക്ക് ലേണേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞ് ഞാനെപ്പോഴും സംസാരിക്കാറുണ്ട്. എന്നാൽ പോലും എല്ലാ കുട്ടികളോടും പാരൻസിനോടും എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻസ് ഒന്നും ലൈഫിൽ നമ്മളെ എവിടെ എത്തിക്കില്ല. ഏതെങ്കിലുമൊക്കെ ഒരു മൊമെന്റിൽ, ഒരു പോയിന്റിൽ ചിലപ്പോൾ വല്ലാതെ ഹിറ്റ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തളർത്തി കളയാനായിരിക്കും ചിലപ്പോൾ അതിന് സാധിക്കുക. നമ്മളൊരു
ആർട്ട് ഫോം പഠിക്കുക എന്ന് പറയുന്നത് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ലൈഫിൽ നമ്മൾ ഒരൊറ്റ മനുഷ്യനോടെ കോമ്പീറ്റ് ചെയ്യാൻ പാടുള്ളൂ, അത് നമ്മളോട് തന്നെയാണ്. ഇന്നലത്തെ നമ്മളെക്കാൾ എത്ര മികച്ചതാണ് നാളത്തെ നമ്മൾ എന്ന് മാത്രം നമുക്ക് കോമ്പറ്റീഷൻ്റെ ആവശ്യമുള്ളൂ. നെവർ എവർ ഗോ ഫോർ കോമ്പറ്റീഷൻ ആൻഡ് ഐ ഡു നോട്ട് ടീച്ച് എനിത്തിങ് ഫോർ കോമ്പറ്റീഷൻ ബിക്കോസ് ഐ ഡു നോട്ട് ബിലീവ് ഇൻ ഇറ്റ്. ഐ വാസ് എ വിക്ടിം ഓഫ് എ കോമ്പറ്റീഷൻ, സോ ഐ ഡോണ്ട് വാണ്ട് എനി അതർ കിഡ്സ് ടു ഗോ ഫോർ ഇറ്റ്. മാതങ്കി നവ്യ നായരുടെ ഡാൻസ് സ്കൂളാണ്. അവിടെ ഡാൻസ് പഠിപ്പിക്കുന്നത് കോമ്പറ്റീഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതല്ല. ഞാനിതിൽ എക്സൈറ്റ്മെൻറ്റ് പങ്കുവെച്ചോട്ടെ. ഞാനിതൊരു വീഡിയോയിൽ ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഐ മീൻ നമ്മൾ കലോത്സവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഒരു കലോത്സവം ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അന്ന് ആ വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡാൻസേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഈ ഡാൻസ് കമ്മ്യൂണിറ്റി മുഴുവൻ ഇത് സംസാരം ഉള്ളതുകൊണ്ടായിരിക്കാം. അപ്പം നമ്മുടെ നാട്ടിൽ കോമ്പറ്റീഷന് 10 മിനിറ്റാണ് ഇവർക്ക് ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ആളെ അളക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഐറ്റം പഠിച്ചാൽ മതി. നിങ്ങൾ ഡാൻസിൽ ഇത്രയും വർഷത്തെ പ്രാക്ടീസ് ഒന്നും ചെയ്യണമെന്നില്ല. ആ കോമ്പറ്റീഷൻ ഐറ്റം മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് പോയി കോമ്പറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ആസ് എ ഡാൻസർ നമ്മളെ പുറത്തൊക്കെ വിലയിരുത്തുന്നത് അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന മിനിമം അത്രയെങ്കിലും ഉള്ള അങ്ങനത്തെ ഒരു സ്പേസിൽ നിന്നിട്ടാണ്. അപ്പം നിങ്ങൾ എങ്ങനെ ഈ 10 മിനിറ്റ് വെച്ചിട്ട് നിങ്ങൾ ഡാൻസറെ വിലയിരുത്തുന്നതെന്ന് ചോദിച്ചാൽ പുറത്തുള്ള ഡാൻസേഴ്സ് കമ്മ്യൂണിറ്റി ഇവിടുത്തെ കലോത്സവങ്ങളിലും ഒക്കെയുള്ള ഈ വിലയിരുത്തൽ രീതിയെ കളിയായിട്ടാണ് കാണുന്നത്. ആ സംഭവം ഞാനും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ കാര്യം ഇവരിങ്ങനെ പറയുമ്പോൾ ഈ ഡാൻസേഴ്സ് കമ്മ്യൂണിറ്റിക്ക് ഈ കാര്യം മുഴുവൻ അറിയാം. നമ്മുടെ നാട്ടിലുള്ള മലയാളത്തിലുള്ള ഈ കോമ്പറ്റീഷന് ഡാൻസ് പഠിപ്പിക്കൽ മാത്രം ജീവിതാഭിലാഷമായി കാണാത്ത ഈ കലയായി നോക്കി കാണുന്ന ആളുകൾക്കൊക്കെ ഈ കാര്യം അറിയാം. പക്ഷെ ഒരാളിത് തുറന്ന് പറയാമെന്ന് പറയില്ലേ. നവ്യ നായരെ പോലെ ഒരാൾ ഡാൻസിൻ്റെ പേരിൽ ഇത്രയും പ്രശസ്തി ആർജിച്ചിട്ടുള്ള ഒരാൾ ഈ ഒരു യാഥാർത്ഥ്യം തുറന്ന് പറയാമെന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. വലിയൊരു മാറ്റത്തിന് ഒരു പക്ഷേ തുടക്കം കുറിച്ചേക്കാം. നമ്മളൊരു ആർട്ട് ഫോം പഠിക്കേണ്ടത് ഇറ്റ്സ് ആൻ എക്സ്പ്രഷൻ ഓഫ് അവർ സെൽഫ്. ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുമ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു രീതിയുണ്ട്. ഒരു കൃത്യമായിട്ടുള്ള സമയത്ത് കൃത്യമായിട്ടുള്ളൊരു താളത്തിൽ ആവർത്തിച്ച് ഓരോ മൂവ്സും പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിലും ഒരു അച്ചടക്കം കൊണ്ടുവരും. നമ്മുടെ ജീവിതത്തിലും ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരും. അങ്ങനെ ആ ആർട്ടിനെ നോക്കിക്കാണുക. പിന്നെ കോമ്പറ്റീഷൻസിൽ നമ്മൾ പങ്കെടുക്കുക എന്ന് പറയുന്നത് കുറേ ആളുകളുണ്ട്, നമ്മൾ എവിടെ വരെ എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് തന്നെ നോക്കാനുള്ളൊരു മാർഗ്ഗമാണ്. അവിടെ നിന്ന് സമ്മാനം കിട്ടിയാൽ സന്തോഷം, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ കലോത്സവങ്ങളിലേക്ക് വരുമ്പോൾ ഇതിൽ ഒരുപാട് പൈസ ഇൻവോൾവ് ആണ്. ഒരു കുട്ടി സ്റ്റേറ്റിൽ മത്സരിച്ച് കഴിയുമ്പോഴേക്കും അന്നത്തെ വീഡിയോയിൽ എന്നോട് ആരോ പറഞ്ഞാൽ എത്രയോ ലക്ഷമാണ് സ്റ്റേറ്റിൽ വന്ന് മത്സരിച്ച് പോകുമ്പോഴേക്കും. ഒരാൾ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻസാണ് നമ്മൾ പറയുന്നത്. ഇത്രയും എക്സ്പെൻസ് ഇട്ട് സ്റ്റേറ്റ് വരെ എത്തിക്കഴിഞ്ഞിട്ടും അവരുദ്ദേശിക്കുന്ന ഒരു സമ്മാനം കിട്ടിയിട്ടില്ലെങ്കിൽ ഉറപ്പായും മനസ്സ് തകർന്നു പോകും. അങ്ങനെ മനസ്സ് തകർന്നു പോകുമ്പോഴാണ് പലരും ഇമോഷണലായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത്. ഒരു കുട്ടിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. ആ കുട്ടി നെഞ്ചിൽ ഭയങ്കരമായിട്ട് അടിച്ചിട്ട് ഞാൻ കഷ്ടപ്പെട്ടാണ് സാറേ ഇവിടെ വന്നതെന്ന് പറയുമ്പോൾ അവളുടെ അത്രയും നാളത്തെ കഠിനാധ്വാനം ഈ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അതും സബ് ജില്ലാ തലത്തിലൊക്കെ അവളുടെ പെർഫോമൻസ് മോശമായി റേറ്റ് ചെയ്തു എന്ന് അവൾക്ക് തോന്നിയപ്പോൾ അവൾ അപ്പീൽ കൊടുത്ത് അവിടെ വന്ന് മത്സരിക്കുകയാണ്. അങ്ങനെ ഒരാളെ സംബന്ധിച്ച് ഈ ലാസ്റ്റ് എന്നെ തഴഞ്ഞു എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇമോഷണലായി പോകും. അങ്ങനെ നെഞ്ചിലൊക്കെ അടിക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് നീ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രായമാണ്, അങ്ങനെ ഒന്നും ചെയ്യല്ലേ, നീ ഇത്രയും ഇമോഷണൽ സ്ട്രെസ് എടുത്ത് വെക്കല്ലേ. ഇതിനൊരു മത്സരമായിട്ട് കാണുമെന്ന് എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. പക്ഷേ നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. ഈ കോമ്പറ്റീഷൻ പോകുന്നൊരു റേഞ്ച് അങ്ങനെയാണ്. അതിൽ നിന്ന് മാറിയിട്ട് നമ്മളിത് നമ്മുടെ ആഗ്രഹത്തിന് ഇഷ്ടത്തിന് നമ്മളെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പഠിക്കുന്നതാണ്. അതിന് നമ്മൾ അങ്ങനെയാണ് നോക്കി കാണേണ്ടതെന്ന് ഇപ്പോൾ ഡാൻസേഴ്സിൻ്റെ ഒക്കെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇപ്പം മലയാളത്തിൽ സിനിമ ഒരു ചായ്വും കൂടി ഉള്ളതുകൊണ്ട് തീർച്ചയായും ഇത്രയും പോപ്പുലറായി നിൽക്കുന്ന ഒരാളിത് തുറന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും. കുറേ അധികം ആളുകളിലെങ്കിലും ഞാനിത് പഠിക്കുന്നത് എൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ്, ഈ ആർട്ട് ഫോമിനോടുള്ള എൻ്റെ ഇഷ്ടം കൊണ്ടാണ്, നൃത്തത്തിനോടുള്ള എൻ്റെ പാഷൻ കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്നൊരു ചിന്തയിലേക്ക് മാറാൻ സാധിക്കുകയാണെങ്കിൽ അത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. പണ്ട് എന്നോടൊരു ഡാൻസർ ചോദിച്ചതാണ്, ഈ പറയുന്ന കോസ്റ്റ്യൂമിനൊക്കെ മാർക്കുണ്ട്, അതായത് എത്രയോ മാർക്ക് 10 മാർക്കോ 15 മാർക്കോ അങ്ങനെ എത്രയോ മാർക്ക് വരുന്നത് ഇവർ ഈ ഇടുന്ന കോസ്റ്റ്യൂമിനാണ്. ആ ഡ്രസ്സിലൊരു ചുളിവ് വന്നു കഴിഞ്ഞാൽ ഇവിടെ മാർക്ക് കുറയും. ഡ്രസ്സിനാണോ നമ്മൾ മാർക്ക് കൊടുക്കേണ്ടത്? ആ ഡാൻസ് പെർഫോം ചെയ്യുമ്പോൾ അവരുടെ ഭാവം എങ്ങനെയുണ്ട്, അവരുടെ ശരീരത്തിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയുണ്ട്, അവിടെയല്ലേ ഈ പറയുന്ന ഇത്രയും മേക്കപ്പും മുഖത്തെഴുത്തും. കൈയൊക്കെ വെള്ള പെയിൻ്റ് അടിച്ചിട്ടാണ് കുട്ടികൾ സ്റ്റേജിൽ വന്ന് കയറുന്നത്. അതായത് അവരുടെ ഒറിജിനൽ സ്കിൻ ടോൺ പോലും നമ്മളെ കാണിക്കാത്തൊരു പെർഫോമൻസാണ്. ഒരു പാവകളിയായിട്ട് ഇത് മാറുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞ ഡാൻസറുണ്ട്. അതിൽ നിന്ന് മാറിയിട്ട് അവരായി വരട്ടെ, അവരായി എക്സ്പ്രസ് ചെയ്യട്ടെ. നിങ്ങൾ ഡാൻസിനെ കാണൂ. ഇപ്പോൾ നവ്യ നായർ ഡാൻസ് ചെയ്യുമ്പോൾ അവർ ഫുൾ കോസ്റ്റ്യൂമിൽ വന്ന് ഡാൻസ് ചെയ്യുന്നതും അതല്ലാതെ ഇപ്പോൾ ആ ഇരുന്ന സാരിയില്ലേ അങ്ങനെ ഇട്ടിട്ട് അവർ വളരെ ഗ്രേസ്ഫുള്ളി ഒന്ന് പെർഫോം ചെയ്താലേ നമുക്കിഷ്ടം തോന്നും. അവിടെ നമ്മൾ ഈ പറയുന്ന ഡ്രസ്സും അവരുടെ മേക്കപ്പും നോക്കുന്നില്ല. അങ്ങനെ നമ്മൾ ആർട്ട് ഫോമിനെ കൺസ്യൂം ചെയ്യാനും അങ്ങനെ റേറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുകയാണെങ്കിൽ ഈ ലക്ഷങ്ങളുടെ കണക്ക് നമുക്ക് കോമ്പറ്റീഷൻസിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റും. എത്രയോ പാവപ്പെട്ട വീട്ടുകളിലെ കുട്ടികൾക്ക് ഈ കോമ്പറ്റീഷനൊക്കെ ജസ്റ്റ് സ്വപ്നം മാത്രമായി മാറുന്നത് ഈ ലക്ഷങ്ങൾ
താരങ്ങളുടെ കണക്കും കൂടി നിൽക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ എത്രയോ നല്ല താരങ്ങൾ എങ്ങും എത്താതെ അവസാനിച്ച് പോകുന്നു. അപ്പം ഇതിൻ്റെയൊക്കെ സ്റ്റാൻഡേർഡ്സിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട്. എനിക്ക് സന്തോഷം എന്താണെന്ന് വെച്ചാൽ 2 വർഷം മുമ്പോ മറ്റോ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. നവ്യ നായർ വളരെ ബ്യൂട്ടിഫുള്ളായി ഒരു 30 സെക്കൻഡിൽ പറഞ്ഞു തീർത്ത്. ഞാനന്ന് 10-20 മിനിറ്റിലെന്തോ പറഞ്ഞു. ബട്ട് നവ്യ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. നിങ്ങളെപ്പോലൊരാൾ ഇങ്ങനെ ഇത് തുറന്ന് പറയുന്നതിന്. ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ കലോത്സവത്തിനെതിരെന്നൊന്നും വിചാരിക്കില്ലേ. കലോത്സവങ്ങൾ ഇങ്ങനെ തന്നെ നടക്കണം, ഇത്രയും ഗംഭീരമായിട്ട് നടക്കണം. പക്ഷേ അവിടുത്തെ സ്റ്റാൻഡേർഡ്സിൽ മാറ്റങ്ങൾ വരണം, അതിൻ്റെ ലക്ഷ്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കലോത്സവം എന്ന് പറയുന്നത് എന്നെയൊക്കെ സംബന്ധിച്ചും അതുപോലെ ഒരുപാട് ആളുകളെ സംബന്ധിച്ച് ഭയങ്കര രസമുള്ള ഓർമ്മയായിരിക്കും. ഈ സ്കൂളിലെ യുവജനോത്സവം വരുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് പ്രാക്ടീസിന് ഇറങ്ങുന്നു. ഡാൻസ് ആകുമ്പം കുറേ കുട്ടികൾ ഒരുമിച്ചായിരിക്കും. അപ്പോൾ അവർ ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടി ഡാൻസ് ചെയ്യുന്നുണ്ടാവും. അത് കഴിഞ്ഞ് ഈ പ്രാക്ടീസിനിടയിലുള്ള തമാശകൾ, ഓരോരുത്തരുടെ വീട്ടിൽ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള റിഹേഴ്സൽസ്, അതൊക്കെ തരുന്ന എന്ത് മനോഹരമായിട്ടുള്ള മെമ്മറീസ് ഉണ്ടാവും. ആ മെമ്മറീസ് മുഴുവൻ വേണം. മത്സരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെന്ന് നിൽക്കുന്ന സമയത്ത് ജഡ്ജസും ഒക്കെ ആയിട്ട് അതൊരു ഓളമാണ്. ആ വെയിലും പൊടിയും ഒക്കെ കൊണ്ട് ഞാൻ കലോത്സവ വേദികൾ, സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങൾ കവർ ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്ത് രസമാണെന്നറിയാം. എത്ര കുട്ടികൾ എത്ര സന്തോഷത്തിൽ വരുന്നതാണ്. ആ സന്തോഷമുള്ള മെമ്മറീസിനെ മുഴുവൻ നിലനിർത്തിക്കൊണ്ട് ഈ സങ്കടങ്ങളെ മാറ്റി നിർത്താൻ, ഈ ഭയങ്കര പെടയ്ക്കുന്ന വേദനകളാണ് ഈ കുട്ടികൾ പങ്കുവെക്കുന്നത്. അതിനൊരു മാറ്റം കൊണ്ടുവരാൻ ഇങ്ങനത്തെ ചില രീതികളിൽ, ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് നല്ല മെമ്മറി ആയിട്ട് മാറും. എല്ലാ കുട്ടികളുടെയും ഉള്ളിലെ ഏറ്റവും വർണ്ണാഭമായിട്ടുള്ള ഓർമ്മ എന്നുള്ള രീതിയിൽ വേണം കലോത്സവങ്ങൾ പതിയാൻ വേണ്ടിയിട്ട്. അത് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി സ്റ്റാൻഡേർഡ്സിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ, അതിന് നവ്യയുടെ ഈ ഒരു സംസാരം ഒരു തുടക്കമായി മാറുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമായേനെ. ഇനി നമുക്ക് അടുത്ത റീലിലേക്ക് പോവാം. ഇന്ത്യക്കാർ താമസിച്ച ഒരു ഹോട്ടലിൽ അവർ രാവിലെ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ആ മുറി ചെന്ന് നോക്കിയാൽ ആ മുറി എങ്ങനെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അത് കാണാതെ നിങ്ങൾക്ക് ഞാൻ എത്ര പറഞ്ഞാലും മനസ്സിലായില്ല. അതായത് നമ്മൾ 3000 രൂപ കൊടുത്ത് ഒരു മുറി വാടകയ്ക്ക് എടുത്തതാണ്. നമ്മൾ ഡിസ്കൗണ്ട് ചോദിച്ചിട്ട് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല എങ്കിൽ അവരിറങ്ങുമ്പോൾ ടർക്കി വരെ നിലത്തിട്ട് ചവിട്ടി അരച്ച് ചെളി പിടിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോയുള്ളൂ. ഇത് സത്യമാണ്. ഈ സംഭവം ഞാൻ ഒരു വീഡിയോ ആയിട്ട് കണ്ടിട്ടുണ്ട്. അതായത് മലേഷ്യ അങ്ങനെ എന്തോ ആണ്. ഒരു ഇന്ത്യൻ ഫാമിലി പോയി കഴിയുമ്പോൾ ആ ഹോട്ടൽ റൂമിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചെന്ന് നോക്കുമ്പോൾ ചില സാധനങ്ങളൊക്കെ അപ്രത്യക്ഷമായിട്ടുണ്ടാവും, ചിലത് വളരെ മോശമായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഇന്ത്യക്കാർ ഈ പറയുന്ന സിവിക് സെൻസിൽ ഇച്ചിരി പുറകിലാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ UK എന്നൊക്കെ വരുന്ന അല്ലെങ്കിൽ ജർമ്മനി എന്നൊക്കെ വരുന്ന അങ്ങനത്തെ കുറേ റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഈ പാൻ ചവച്ച് തുപ്പി ആ ഒരു ഏരിയ മുഴുവൻ ചോപ്പാക്കി ഇട്ടതിനെക്കുറിച്ച് അവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള ആളുകൾ വീഡിയോസ് എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പലയിടങ്ങളിലും ഇന്ത്യക്കാരെ കയറ്റണോ വേണ്ടിയോ എന്ന് ആലോചിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യക്കാർ തന്നെ കൊണ്ടെത്തിക്കുന്നുണ്ട്. നമ്മളൊരു ആഘോഷം നടത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മറ്റേ മുംബൈയിലെ തെരുവീതികളിലൂടെ നടക്കുന്ന ഒരു വലിയ ഗണേശ ചതുർത്ഥി യാത്ര പോലെയാണ് സമാധാനമായിട്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുടെ ഇടയിലേക്ക് ഇവർ വലിയ പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങി ചെല്ലുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സംസ്കാരവും ആഘോഷവും സന്തോഷവും ഒക്കെ ഉണ്ട്, പക്ഷേ അത് ബാക്കിയുള്ളവനും കൂടി അനുഭവിച്ചേ പറ്റൂ എന്ന് പറയുന്ന ഒരു രീതി ഇവിടെയുണ്ട്. ഇപ്പോൾ ഒരു അമ്പലത്തിൽ ഉത്സവമാണെന്നുണ്ടെങ്കിൽ 4 സൈഡിലേക്ക് സ്പീക്കർ തുറന്നു വെച്ച് മാക്സിമം സൗണ്ടിൽ വെക്കുക എന്നുള്ളതാണ്. ഒരു ആരാധനാലയത്തിൽ ആരാധനയുടെ സമയമായി കഴിയുമ്പോഴേക്കും നാട്ടുകാരെ മുഴുവൻ വിളിച്ചറിയിക്കുക എന്നുള്ളതാണ്. ഈ രീതി തന്നെ പുറത്തു പോയാലും നമുക്ക് പ്രാവർത്തികമാക്കിയേ പറ്റൂ എന്ന് ചിന്തിക്കുന്ന ആ കൾച്ചർ ഉണ്ടല്ലോ, അവിടെയൊക്കെ നമ്മൾ തോൽവികളാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. എല്ലാവരും അങ്ങനെയല്ല, അങ്ങനെ ആക്കുന്ന കുറേ ആളുകളുണ്ട്. ആ ആളുകളെ കുറിച്ചാണ് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞിട്ടുള്ളത്. ഇതിലിപ്പം എക്സ്ട്രാ ആഡ് ചെയ്യാമെന്ന് പറയാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ സ്വഭാവം ഇനിയൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഇന്ത്യക്കാരെ സൂക്ഷിക്കുക എന്നുള്ള ബോർഡ് ചിലപ്പോൾ പല രാജ്യങ്ങളിലും പല തെരുവീഥികളിലും വരുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. നമുക്ക് അടുത്ത റീലിലേക്ക് പോവാം. ഞാൻ സരിൻ കോൺഗ്രസിൽ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എനിക്ക് അന്ന് അപ്പുറത്ത് നിൽക്കുന്ന ആളുകളിൽ നിന്ന് സൈബർ ബുള്ളിങ്. ഇപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇപ്പൊ എന്താ തോന്നുന്നത്? ഞാൻ തോന്നുന്നു എനിക്കിപ്പോ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. കാര്യം ഇത് ഞാൻ ആദ്യമായിട്ട് അനുഭവിക്കുന്നതല്ല. എന്നെ സംബന്ധിച്ചിട്ട് ഈ സൈബർ ബുള്ളിങ് ആണ് മറ്റതിനേക്കാൾ നല്ലതെന്ന് പറയും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അങ്ങനെ ഒരു കമ്പാരിസൺ പറ്റുമോ ജെസിത്ത? സൈബർ ബുള്ളിങ് സൈബർ ബുള്ളിങ് അത് ഏത് പാർട്ടിയിൽ നിന്ന് വന്നാലും ഒന്നാണ്, അനുഭവിക്കുന്നവർക്ക് അതെല്ലാം ഒന്നാണ്. സരിൻ കോൺഗ്രസിൽ നിൽക്കുന്ന സമയത്ത് എന്റെയും എന്റെ മോളുടെയും ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ട് വരെ ഞാൻ അതിനെതിരെയൊക്കെ വളരെ ശക്തമായിട്ട്, ഞാൻ ഒരിക്കലും ഇന്ന പാർട്ടി എന്ന് പറയാറില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എന്നെ സംബന്ധിച്ചിട്ട് CPM സൈബർ ഗുണ്ടകളെന്നോ കോൺഗ്രസ് സൈബർ ഗുണ്ടകളെന്നോ BJP സൈബർ ഗുണ്ടകൾ അങ്ങനെ ഒരു തരംതിരിവൊന്നുമില്ല. ഇവരെല്ലാം ഒന്നാണ്. ഇവർക്കൊക്കെ ഒരേ നിറമേ ഉള്ളൂ. ഇതിന് പാർട്ടിയുടെ കൊടിയുടെ കളർ കൊടുക്കേണ്ട കാര്യമില്ല. സൈബർ മീഡിയയിൽ 2-2.5 ആൾക്കാരേ ഉള്ളൂ. സൈബർ സ്പേസിനെ വ്യക്തിപരമായി അല്ലെങ്കിൽ റെസ്പോൺസിബിളി ഉപയോഗിക്കാൻ അറിയുന്ന ആളുകൾ, അതിനറിയാത്ത ആളുകൾ. അപ്പോൾ ഞാനീ പറയുന്ന ആളുകൾ എല്ലാവരും അപ്പുറത്തെ 2ാമത്തെ ഗ്രൂപ്പിൽ പെടുന്ന ആളുകൾ. അതായത് ഇവർക്ക് സോഷ്യൽ മീഡിയ എങ്ങനെ മാന്യമായിട്ട് ഉപയോഗിക്കണം, സംസ്കാരപരമായിട്ട് ഉപയോഗിക്കണം എന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള അറ്റാക്ക് എനിക്ക് അന്നും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ അന്നും കൃത്യമായിട്ടുള്ള എന്റെ നിലപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നും ഞാൻ എന്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഭർത്താവ്
എന്ത് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച് ഭാര്യ മറുപടി വരിക എന്ന് പറയുന്ന ആ ഒരു രീതി അത് അനുഭവിക്കേണ്ടി വരുന്ന കേരളത്തിലെ വളരെ ശക്തരായിട്ടുള്ള കുറേ വനിതകളുണ്ട്. ദിവ്യ സയ്യർ പോലെ, സൗമ്യ സരനെ പോലെ കുറച്ച് ആളുകൾ അവർ പറയുന്നതിനുമല്ല, അവരുടെ ഭർത്താവ് ചെയ്യുന്നതിനും കൂടി സൈബർ ബുള്ളിയും കേൾക്കേണ്ടി വരിക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. മാത്രമല്ല ഭർത്താക്കന്മാർ അവരുടെ പ്രൊഫഷനും കാര്യങ്ങളും അവരുടെ നിലപാടുകളുമായി പോകുമ്പോൾ ഞങ്ങളുടെ നിലപാടുണ്ട് എന്ന് ഉറക്കെ പറയുന്ന ആളുകളാണ്. സ്വാഭാവികമായും ഈ നിലപാട് പറയുന്നവരെ കണ്ടു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത സൗമ്യ വളരെ ക്രിസ്റ്റൽ ക്ലിയറായി പറഞ്ഞിട്ടുള്ള ആ കാര്യം, സോഷ്യൽ മീഡിയയെ റെസ്പോൺസിബിളി ഉപയോഗിക്കാൻ അറിയാത്ത ആൾക്കാർ എല്ലാ കാലത്തും ആക്രമിച്ചിട്ടുണ്ട്. അവർക്കിതിനെ ഇങ്ങനെ ലൈറ്റായി പറയാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് അത് കാണുമ്പോൾ ഒരു വലിയ ആശ്വാസമാണ്. ഈ സൈബർ ബുള്ളി ചെയ്യുന്ന ആളുകൾ സൈബർ ബുള്ളി ചെയ്യുമല്ലോ എന്ന് കരുതി മനസമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ആ ഒരു സൈഡിലേക്ക് നമ്മൾ ചെവി കൊടുക്കാതിരുന്നാൽ നമുക്ക് കുറേ ആശ്വാസം കിട്ടും. അവരെന്താണ് പറയുന്നതെന്ന് എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ ആശ്വാസം കിട്ടും. പക്ഷേ ആ ഒരു സ്പേസിലേക്ക് വരണമെങ്കിൽ കുറേ സമയമെടുക്കും. അതിന് നമ്മൾ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. തീർച്ചയായും ഇങ്ങനൊരു സ്റ്റേജിലേക്ക് അവർക്ക് എത്താൻ പറ്റുന്നു എന്നുള്ളത്, ഈ വ്യത്യാസം എന്താണെന്നുള്ളത് അവർ തിരിച്ചറിയുന്നു എന്നുള്ളത് അതൊരു വലിയ കാര്യം തന്നെയാണ്. ആൻഡ് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്കും പറയാനുള്ള അതേ ഉള്ളൂ, നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ടാണോ എന്ന് പറയുന്നൊരു കാര്യം, അത് ഏത് പോസ്റ്റ് ഇടുമ്പോഴും ഏത് കമൻറ്റ് ഇടുമ്പോഴും ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഈ ഡിജിറ്റൽ മീഡിയയൊക്കെ നമ്മുടെ ലോക്ക്ഡൗൺ വന്നതിന് ശേഷം എല്ലാവരുടെയും മുമ്പിലേക്ക്, ഇപ്പം ജിയോ വന്നു, അത് കഴിഞ്ഞ് ലോക്ക്ഡൗൺ വന്നപ്പോൾ എല്ലാവരും വീട്ടിൽ ഫോണും നോക്കിയിരുന്നു. അപ്പോൾ എല്ലാവരും ഡിജിറ്റൽ മീഡിയ സ്പേസിലേക്ക് കടന്നു വന്നു. പക്ഷേ അവനവൻ്റെ വീട്ടിലും അതുപോലെ കൂട്ടുകാരുടെ ഇടയിലും മാത്രം കാണിക്കുന്ന സ്വഭാവവും സോഷ്യൽ മീഡിയയിൽ എടുത്തിടുകയാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വലിയ റീച്ചുള്ള വലിയ ആൾക്കൂട്ടത്തിലേക്ക് പോകുന്നൊരു സ്ഥലമാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ കാണിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് ഉറപ്പ് വരുത്തിയിട്ടാണോ നമ്മൾ പെരുമാറുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഒരു പോസ്റ്റും കമൻറ്റും ഒക്കെ ഇടുന്ന ആ ഒരു ശീലം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഇടങ്ങൾ കുറച്ചും കൂടി ബെറ്റർ പ്ലേസ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് റീലിലേക്ക് പോവാം. If they say, hey, வீட்டுக்கு வரும், நான் காஃபி போட்டுட்டேன், நான் வந்துட்டு அரிசி வச்சுட்டு நான் போய் குளிக்கிறேன், நீ வெஜிடபிள்ஸ் கட் பண்ணிட்டு நம்ம வந்துட்டு ஒன்றா உட்காந்து சாலட் பண்ணிட்டு டிவி பார்க்கலாம். That's a macho man. That's the man. When you're walking, if your man holds your handbag, he is a macho. If you're working and if your man says, hey, நான் குழந்தைக்கு சாதம் ஊட்டிட்டேன், நீ பொறுமையா மீட்டிங் முடிச்சுட்டு வா, he is a macho man. When you and your man have a problem, ஒரு நிமிஷம் இரு, நான் என்ன சொல்றேன் கேளு, this is what is wrong, okay? சரி, നമുക്ക് മാറ്റാം, നമ്മൾ മാറ്റിക്കണം. That is a macho man. ഒരു മാച്ചോ മാൻ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള അവരുടെ കാഴ്ചപ്പാടുകളാണ് പറഞ്ഞത്. അതിനകത്തൊരു പുരുഷൻ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ആ ഒരു ആംഗിളിൽ അതിനെ എടുക്കുന്നതിനേക്കാൾ സപ്പോർട്ട് ചെയ്യുന്ന, കൂടെ നിൽക്കുന്ന, മനസ്സിലാക്കുന്ന, കൺസിഡർ ചെയ്യുന്ന ഒരാളെന്ന് പറയില്ലേ, അങ്ങനെ ഒരു പാർട്ട്ണറില്ലേ. ഞാൻ ഇതിനകത്ത് ഈ മാൻ അങ്ങ് കട്ട് ചെയ്ത് കളയാം, എന്നിട്ട് അവിടെ പാർട്ട്ണർ എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ നമ്മളിപ്പോൾ തിരക്കിട്ടൊരു പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്ന സമയത്ത് എടോ ഞാനത് ചെയ്തിട്ടുണ്ടേ, നീ റിലാക്സ് ആയിട്ട് വാ എന്ന് പറയുന്ന, നമ്മൾ ടയർഡായിട്ട് വരുന്ന സമയത്ത് കയ്യും കാലും ഒക്കെ മസാജ് ചെയ്ത് നമ്മുടെ കൂടെ ഇരിക്കുന്ന എങ്ങനെയുണ്ടായിരുന്നു ദിവസം തിരക്കൊക്കെ. ഇനി അപ്പുറത്തെ സൈഡിലിരിക്കുന്ന നമ്മൾ ഈ കാല് തിരുമെന്ന് പറഞ്ഞ ആളില്ലേ, പുള്ളിയും ചിലപ്പോൾ ഒരു തിരക്ക് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ രണ്ടുപേരും തിരക്ക് കഴിഞ്ഞ് ഒരുമിച്ച് വന്നിരിക്കുന്ന സമയത്ത് ചുമ്മാ കൈ പിടിച്ചിരിക്കുകയായിരിക്കും, അങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുകയായിരിക്കും. ആ മൊമെൻറ്റിലിരിക്കാൻ പറ്റുന്ന, ആ മൊമെൻറ്റിൽ രണ്ടു പേർക്കും പരസ്പരം മനസ്സിലാക്കി എന്താണ് വേണ്ടതെന്ന് ഉൾക്കൊണ്ടിരിക്കാൻ പറ്റുന്ന ആ ഒരു സ്പേസില്ലേ, അങ്ങനൊരു സ്പേസാണ് ഒരു ബ്യൂട്ടിഫുൾ സ്പേസ് എന്ന് പറയുന്നത്. ഞാൻ മാച്ചോ മാൻ ഇങ്ങനെയാണെന്ന് പറയാനോ അല്ലെങ്കിൽ ഒരു നല്ല സ്ത്രീ ഇങ്ങനെ ആയിരിക്കണമെന്ന് പറയണോ അങ്ങനെ ഒരു കാര്യത്തിനേക്കാൾ കൂടുതൽ ഈ റീലിൽ നിന്ന് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഡി പറഞ്ഞിട്ടുള്ള ആ കാര്യം, ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവർ ആങ്കറാണല്ലോ, അപ്പോൾ നിന്ന് ജോലി ചെയ്തൊക്കെ വരുന്ന സമയത്ത് കാല് തടവി കൊടുക്കുന്ന ഒരാളെന്ന് പറയുന്നത് അത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. ആ ആള് ഈ പാർട്ട്ണറെ മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ടാണ് തിരക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ഞാൻ കോഫി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ കോഫി ഇട്ട് വന്ന് കയറുമ്പോൾ ഒരു കോഫി കിട്ടുന്നതിൻ്റെ ആശ്വാസം അതവർ പങ്കുവെക്കുന്നത് അവരെ മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണർ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആണുങ്ങൾ ഇങ്ങനെയായിരുന്നു എന്ന് പറയുന്ന ആ ആംഗിളിൽ ആ റീലിനെ കാണുന്നതിനേക്കാൾ നമ്മൾ എന്താണ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നൊരു പാർട്ട്ണർ, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്ന നമ്മൾ, ആ ബ്യൂട്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിനെ കണ്ടാൽ മതി എന്ന് തോന്നുന്നു. പിന്നെ ഇതിനകത്ത് ഈ മാൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതിലെ പ്രസക്തി എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
നമ്മൾ ഈ ആണായാൽ ഇങ്ങനെ വേണമെന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ നിലനിൽക്കുന്നൊരു സമൂഹമാണ് നമ്മുടെ. അങ്ങനെ വളർത്തപ്പെടുന്ന പുരുഷന്മാരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ഒരാണും പെണ്ണും ഒരുമിച്ച് നടന്നു പോകുമ്പോൾ ആ പെൺകുട്ടിയുടെ ബാഗ് അവൻ കയ്യിൽ പിടിക്കുക, പെണ്ണുങ്ങളുടെ ബാഗ് കൊണ്ട് നടക്കുക, അല്ലെങ്കിൽ പെണ്ണുങ്ങളെ പോലെ നടക്കുക, പെണ്ണുങ്ങളോട് കൂട്ടുകൂടുക, അവൾ പറയുന്നത് അനുസരിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശമായി കണ്ടിരുന്ന അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് നമ്മുടെ. അവിടുന്ന് മാറിയിട്ട് ഈ പറയുന്ന മാറ്റങ്ങളെ, ഒപ്പമുള്ള പാർട്ട്ണറെ തിരിച്ചറിയുന്നൊരു പുരുഷൻ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറി തുടങ്ങിയിട്ടുണ്ട്. അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഭാര്യയും ഭർത്താവും ഒരുപോലെ ജോലിക്ക് പോകുന്നു, തിരിച്ചു വന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെയും വീട്ടിലെ ജോലികൾ ചെയ്യേണ്ടത് സ്ത്രീയായി തുടരുക എന്ന് പറയുന്നത് അതൊരു ശരിയായ രീതിയല്ലല്ലോ. അവിടെ വരുമ്പോൾ സ്ത്രീയും പുരുഷനും ഒരുപോലെ ആ ജോലികളിൽ ഏർപ്പെടുക, അതിലൊരാൾ മറ്റേ ആളെ കൂടുതൽ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരാൾക്ക് എളുപ്പമുള്ള ജോലികൾ അയാൾ ചെയ്യുക, മറ്റേ ആൾക്ക് എളുപ്പമുള്ളത് അവർ ചെയ്യുക, അങ്ങനെ എളുപ്പമല്ലാത്ത കാര്യങ്ങൾ പരസ്പരം സംസാരിച്ച് ഷെയർ ചെയ്ത് ചെയ്യുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, കൺസിഡർ ചെയ്യുന്ന ഒരു പുരുഷൻ എന്ന അവസ്ഥയിലേക്ക് ഈ പുരുഷൻ്റെ ഡെഫിനിഷൻ ആണായാൽ ഇങ്ങനെ എന്ന് പറയുന്നതിൽ നിന്ന് മാറിയിട്ട് സോഫ്റ്റ് ആയിരുന്നാലും നമ്മൾ നല്ല പുരുഷന്മാർ തന്നെയാണോ, സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള പുരുഷനാണോ ഈ പറയുന്ന സിനിമയിലും കാര്യങ്ങളിലൊക്കെ കാണുന്നതെന്ന് മാറി ജീവിതം എന്ന് പറയുന്ന റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഒരുമിച്ച് ഒരു 2 വീലർ ഓടി പോകുമ്പോൾ ഫ്രണ്ടിലും ബാക്കിലുള്ളത് വീല് തന്നെയാണ്. അല്ലാതെ ഫ്രണ്ടിൽ നിൽക്കുന്ന വീലിന് പ്രത്യേകിച്ച് ഇന്നത് എന്ന് പറയുന്ന അങ്ങനെയല്ല. ആ 2 വീലും ഉണ്ടെങ്കിലേ വണ്ടി ഓടുള്ളൂ. അതിന് രണ്ടിനും അതിൻ്റേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഇതിനകത്തുണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് ഇത് ഏറ്റവും സ്മൂത്തായി മുന്നോട്ട് പോകുക എന്നുള്ളൊരു തിരിച്ചറിവിൽ പരസ്പരം മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കൺസിഡർ ചെയ്ത് പോവുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ നാട്ടിലെ പുരുഷന്മാർ മാറി തുടങ്ങിയിട്ടുണ്ട്. അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെയും നമ്മൾ മാച്ചോ മാൻ എന്ന് പറയുന്ന ഡെഫിനേഷനിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആംഗിളിലാണ് നമ്മൾ ഡി പറഞ്ഞതിനെ എടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ആ കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ റിയൽ റിയാക്ഷൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ.